മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒരു പ്രകാശം ഉദിക്കാൻ പോകുന്നു. ആ പ്രകാശത്തിൻ്റെ പേര് യേശു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വെളിച്ചം ഉദിക്കാൻ പോകുന്നു. ആ വെളിച്ചത്തിൻ്റെ പേര് യേശു എന്നാണ്. ആമേൻ പറഞ്ഞാട്ടെ. ആ പ്രകാശത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് ദൈവപുത്രനായ യേശുവാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ വെളിച്ചമുണ്ട്, സൂര്യൻ്റെ വെളിച്ചമുണ്ട്, ചന്ദ്രൻ്റെ വെളിച്ചമുണ്ട്. ഈ വെളിച്ചമെല്ലാം നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ സമയം കഴിയുമ്പോൾ അത് ഇരുട്ടായി മാറും, അത് മറയപ്പെടുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ യേശു എന്ന വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, യേശു എന്ന വെളിച്ചം നിന്റെ ജീവിതത്തിൽ ഒന്ന് സന്ദർശിച്ചാൽ അത് പിന്നെ ഇരുട്ടായി മാറത്തില്ല. അത് വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അടുത്തുകൂടാത്ത പ്രകാശമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തും വരെ, അല്ലെങ്കിൽ നിത്യതയോടെ എത്തുന്നത് വരെ നിന്നെ വഴിതെറ്റാതെ കൊണ്ടുപോകുന്ന ഒരു ദിവ്യ ജ്യോതിസാണ് ആ യേശു. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നവരോട് പറയുകയാണ്, അതെ, യേശു നിങ്ങളുടെ ഉള്ളിൽ ഒന്നുകൂടെ പ്രകാശിക്കാൻ പോകുന്നു. നമ്മൾ എത്ര പ്രകാശിച്ചവരാ. ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് ആത്മാവിനകത്തൊരു ദരിദ്രതയുണ്ടെങ്കിൽ നീ ആത്മാവിൽ സമ്പന്നനാകാൻ ശ്രമിക്കും. ആ വെളിപ്പാടുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, അതെ, കർത്താവിനെ സന്ദർശിച്ചതാ, കർത്താവിനെ ഉപയോഗിച്ചതാ, കർത്താവിനെ ഓടിച്ചതാ, കർത്താവിൽ ഞാൻ മാനസാന്തരപ്പെട്ടതാ, കർത്താവിൽ ഞാൻ ആരാധിച്ചതാ, കർത്താവിൽ ഞാൻ സഭയിൽ പോയതാ, കർത്താവിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്താ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോൾ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം എന്താകുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടം ജനം നമുക്ക് മുമ്പിൽ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അതേ, വീഴുവാനല്ല വിളിച്ചത് കേട്ടോ, വീഴാനല്ല വിളിച്ചത് കർത്താവ്, വീഴാതെ അവൻ്റെ പിൻപേ പോകുവാൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തന്നെ നോക്കി ഓടുവാൻ ഇന്ന് രാത്രി ഒരു ബലം നിങ്ങൾക്ക് പകരട്ടെ. ഹല്ലേലൂയ. അതേ, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറാൻ പോകുന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് വെളിച്ചമായി മാറാൻ പോകുന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ വിളക്കായി മാറാൻ പോകുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ എന്നെ ഉയർത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് ഒന്നുകൂടി നിങ്ങളെ ഉയർത്താൻ പോകുന്നു. യേശു കർത്താവ് 38 വർഷം കാത്തിരുന്ന ബെഥെസ്ദ കുളത്തിനകത്ത് ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടില്ലേ? ആ കർത്താവ് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നില്ലേ? ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആ കുളത്തിനകത്ത് ഇറക്കാൻ എന്നെ സഹായിക്കാൻ പോലും ആരുമില്ല എന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സഹായിപ്പാൻ നിനക്ക് ആരുമില്ലേൽ, സഹായിപ്പാൻ ആരും നിങ്ങളുടെ അടുക്കലില്ലേൽ, സഹായിക്കാമെന്ന് പറഞ്ഞ എല്ലാവരും നിങ്ങളെ കൈവിട്ടു പോയാൽ ഒരിക്കലും കൈവിടാത്ത ആ യേശു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ യേശു കർത്താവ് നിങ്ങളെ ചില കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ചില വിടുതലുകൾ തരുമെന്ന് പറഞ്ഞാൽ ആത്മസാന്നിധ്യത്തോടെ സ്വീകരിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഈ രാത്രി അതിനെതിരായി പോരാടുന്ന ഇരുട്ടുകൾ അഴിയട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇരുളിന്റെ ചങ്ങലകൾ അഴിയട്ടെ. തന്നെ ഒറ്റപ്പെടുത്തിയ, തന്നെ താഴ്ത്തിക്കളഞ്ഞ, തന്നെ പാപത്തിലേക്ക് നയിച്ച, താൻ വീണുപോയ ഇടത്തു നിന്ന് പുറകോട്ട് വലിച്ച എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ഒരു പുതിയൊരു തീ ഞങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, പുതിയൊരു പ്രത്യാശ ഞങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, പുതിയൊരു ദൈവിക ആത്മഭാരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, ആത്മീക തീ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഹൃദയത്തിനകത്തളങ്ങളിലേക്ക് പ്രാപിച്ച കൃപാവരങ്ങളെ പുറത്തെടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, കെട്ടിയ നിലവാരത്തിൽ പരിശുദ്ധമാവ് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു വെളിച്ച നിങ്ങളിലേക്ക് സ്വർഗം പകരാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, വേദപുസ്തകം പറയുന്ന 3 ഭാഗമാണിത്. അതേ, സ്തോത്രം കേട്ടവളോ. ഇരുട്ടിലിരിക്കുന്ന ഒരു കൂട്ടം ജനം, ഹല്ലേലൂയ, ഇരുട്ടിലെ ജനം. രണ്ടാമത് മരണത്തിൻ്റെ ദേശ. മൂന്നാമത് അതേ, വെളിച്ചമാകുന്ന യേശു. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇരുട്ടിലെ ജനം, അതേ, മരണത്തിൻ്റെ ദേശ. മൂന്നാമത് വെളിച്ചമാകുന്ന യേശു. ഹല്ലേലൂയ. അതേ, ഇരുട്ടിലിരിക്കുന്ന ജനം, അതേ, ഇരുട്ടിൻ്റെ ജനമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദേശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ഒന്ന് നമുക്കറിയാൻ കഴിയും, ആരാധിക്കുന്ന ജനം,
ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ജന ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ടുപെട്ട് വിശ്വാസത്തിൽ അടിയുറച്ചപ്പോൾ അവനെ അടിതെറ്റിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ടിട്ട് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, അതേ ഹല്ലേലൂയ, വല്ലാത്ത പൊല്ലാപ്പുകളും പ്രശ്നങ്ങളും കൊണ്ടിട്ട് തൻ്റെ ജീവിതത്തെ കലക്കിക്കളഞ്ഞ് സമാധാനമില്ലാതെ ഉഴലുന്ന ഒരു കൂട്ടം നമ്മളെ ആരാധിക്കുന്ന ഹല്ലേലൂയ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ദേശത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അതെ ഇന്നും പണി പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത, ഒന്ന് പൂശിയുറപ്പുള്ള ഭവനം പോലും ലഭിക്കാതെ, അതിനകത്ത് പോലും അത് ആ ഭവനത്തിൽ പോലും കിടക്കുവാൻ കഴിയാതെ എത്രയെത്ര ജീവിതങ്ങൾ ഇന്നും അഡ്ജസ്റ്റ്മെന്റുകളോടെ ഞെരുക്കത്തോടുകൂടെ മുന്നോട്ട് വരാൻ കഴിയാതെ ദൈവത്തെ ആരാധിച്ച് മടുത്ത ജനക്കൂട്ടമുള്ള ദേശമാണ് ഈ പാലേലിയുടെ പട്ടണ. അതുകൊണ്ട് ഈ കൂട്ടായ്മ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധമാവ് വെളിപ്പെടുത്തി അതേ ഈ കൂട്ടായ്മയുടെ പേര് പാലേലി കൺവെൻഷൻ എന്നാക്കണമെന്ന് മനസ്സിലാക്കുന്നവർ അതിനങ്ങളെ തുറന്നു പറ. ഈ രാത്രി നമ്മളെ കൊണ്ടുവന്ന ദൈവ ഈ രാത്രിനകത്ത് ഇരുത്തിയെങ്കിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇരുത്തിയെങ്കിൽ പറ, ഇതിനകത്ത് ഒരു ആത്മഭാരമുണ്ട്, ഇതിനകത്ത് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ഈ പട്ടണത്തെ സ്വർഗം ശുദ്ധീകരിക്കാൻ പോകുക. ഈ രാത്രി വിളിച്ചു പറ, തകർക്കപ്പെട്ട ഒരു കൂട്ടം ജന, പാപത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജന, തിന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഇന്ന് രാത്രി സ്വർഗം തൊടാൻ പോകുന്നു. ഇന്ന് രാത്രി സ്വർഗം സന്ദർശിക്കാൻ പോകുന്നു. പാപത്തിലേക്ക് തിരിയുന്ന, പാപത്തിലേക്ക് കൊള്ളയടിക്കപ്പെടുന്ന, അത് തിന്മയിലേക്ക് തിരിയുന്ന, ഒന്നുകൂടി പറയുന്നു, തിന്മയിലേക്ക് തിരിയുന്ന, പാപത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു കൂട്ടം തലമുറകളെ ഇന്ന് രാത്രി എൻ്റെ യേശു തൊടാൻ പോകുക. ഈ രാത്രി ആത്മഭാരത്തോടെ നമ്മെ ഈ പഠിക്കാവേണ്ടിൽ കൊണ്ടുവന്നെങ്കിൽ അതിനകത്ത് ആരാധിച്ച് ചില മഹത്വത്തെ തുറക്കുവാൻ, ചില അന്ധകാര ശക്തികളെ തകർക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെ ഈ രാത്രി കൊണ്ടുവന്നെങ്കിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങളിലൂടെ പട്ടണം വിടുവിക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാരെ, കർത്തദാസിമാരെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളിലൂടെ ഈ പട്ടണം വിടുവിക്കപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ അതരങ്ങളെ തുറന്ന് കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. അന്യഭാഷകളിൽ ഇന്ന് രാത്രി ചില പട്ടണം റിലീസാവട്ടെ. ഇന്ന് രാത്രി പട്ടണം വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി പാപത്തിന്റെ തേർവാഴ്ചകൾ ഈ പട്ടണത്തിൽ മാറട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ അഴിയട്ടെ. കൃപ പ്രാപിച്ചവർ, അധികാരം പ്രാപിച്ചവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിങ്ങൾ നാവുകൾ ഉയർത്തുമ്പോൾ തന്നെ ചില അന്ധകാരങ്ങൾ തകരുകയാണ്, ചില ആഭിധാനങ്ങൾ അഴിയുകയാണ്, ചില ദേശാധിപൻ ശക്തികൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തുറക്കുന്നു. പട്ടണത്തെ തൊടുക ഇന്ന് രാത്രി. ആധാരങ്ങളെ തുറന്ന് ശക്തിയോടുകൂടെ ഒരു പുതുശക്തിയുടെ ജീവൻ, ഒരു പുതുശക്തിയുടെ അഗ്നി ഇന്ന് രാത്രി ആ നാവുകളെ തൊട്ട് അത് ഉജ്ജ്വലത്തിൽ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ ദേശം വിടുതൽ പ്രാപിക്കുക. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ചില ഇരുളുകൾ ഈ രാത്രി അഴിയട്ടെ, ചില അന്ധകാരങ്ങൾ ഈ രാത്രി അഴിയട്ടെ. എവിടെയൊക്കെ കാർന്നൊലിക്കുന്ന, എവിടെയൊക്കെ തലമുറകളെ തെറ്റിക്കുന്ന, എവിടെയൊക്കെ കുടുംബജീവിതത്തെ തകർക്കുന്ന, എവിടെയൊക്കെ സമാധാനമില്ലാക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇന്നും കുടുംബത്തെ വിട്ടുമാറാതെ, ഇന്നും വ്യക്തി ജീവിതങ്ങളെ വിട്ടുമാറാതെ എവിടെയൊക്കെ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തിരിച്ചറിയ അഭിഷേകത്താൽ ഈ എഴുന്നേൽക്കാൻ സമയമായി. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അതേ പ്രിയരെ, ഹല്ലേലൂയ, ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അതേ കൃപ പ്രാപിച്ചിട്ടും ആത്മനിറവ് പ്രാപിച്ചിട്ടും ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി മനസ്സോടെ ഏറ്റെടുത്തിട്ടും ദൈവത്തിന് നിയോഗങ്ങൾ ചെയ്തിട്ട് ഇന്ന് രാത്രി പാപത്തിലേക്കും ശാപത്തിലേക്കും നിന്നെ തള്ളിയിടുന്ന പ്രതികൂലങ്ങൾ ഇന്ന് കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഇതിനകത്ത് ദൂതുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, നീ ഇരുട്ടിലിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിന്നെ തേടിയൊരു പ്രകാശം ഇന്ന് രാത്രി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മസാന്നിധ്യത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ചില തലമുറകളെ തൊടുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മസാന്നിധ്യത്തിനും നിറവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പട്ടണത്തിന്റെ ആധിപത്യങ്ങളെ ചെറുത്തു നിർത്തുന്ന, ചില ഫറവോന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന, ഇന്ന് കണ്ട മിസ്രയീമിനെ നീ കാണത്തില്ലെന്ന് പറഞ്ഞ അതേ ദൈവത്തിന്റെ ശക്തി ചില ഭവനത്തെ തൊടുകയാണ്, ചില വ്യക്തി ജീവിതങ്ങളെ തൊടുകയാണ്. ഇന്ന് രാത്രിയിൽ ആ മഹത്വത്തിന്റെ തേജസ് ചിലരുടെ മേൽ പൊഴുകുകയാണ്. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കുക. ചില ആഭിചാരം തകരട്ടെ, ചില ആ മദ്യപാനത്തിന്റെ കെട്ടുകൾ തകരട്ടെ, ഇരുട്ടിന്റെ
ശക്തികൾ തകരട്ടെ. അതെ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ഈ രാത്രിയിൽ ഒരു തേജസ്, ഈ രാത്രിയിൽ ഒരു തേജസ്, ഈ രാത്രിയിൽ ഒരു തേജസ്. ഓ ശലോമോന്റെ ആലയത്തിൽ വെളിപ്പെട്ട ഒരു തേജസ് ഇന്ന് രാത്രിയിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. പുരോഹിതന് പോലും കടക്കാൻ കഴിയാത്ത ഒരു ദൈവിക ആത്മ സാന്നിധ്യം ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ചാരട്ടെ. അതെ, ഓ കുരുങ്ങി കിടക്കുന്ന ചിലത്, റൂട്ടുകൾ തെറ്റിയ ചിലത്, അതേ വഴി തെറ്റിയ ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് വേർതിരിക്കപ്പെടട്ടെ. കൃപ 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 കൃപ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മഭാരങ്ങൾ തുറക്കട്ടെ. ഓ അധികാരങ്ങൾ തുറക്കട്ടെ. ഓ നിങ്ങളിൽ ഇരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന്, ആ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ഇന്ന് രാത്രി ജ്വലിപ്പിച്ചില്ലേ പിന്നെ എന്നാ? ഈ രാത്രി ആരാധിച്ചില്ലേ പിന്നെ എന്നാ? ചില കെട്ടുകൾ അഴിയട്ടെ, പ്രാർത്ഥനയ്ക്കെതിരായി പോരാടുന്ന ഇരുളുകൾ അഴിയട്ടെ. ഓ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ചിലരെ തൊടുകയാ. ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ ആത്മസാന്നിധ്യത്തിന് തീ പകരുകയാ. പ്രാപിച്ച ദർശനത്തിൽ കയറാൻ പറ്റാതെ, പ്രാപിച്ച കൃപാവരങ്ങളെ ബോധിക്കാൻ പറ്റാതെ, അതെ അതിനകത്ത് നിറവില്ലാതെ നെരുങ്ങുന്ന ചിലരെ പരിശുദ്ധമ വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ആ ഇരുട്ടിനെ മാറ്റി ആ പ്രകാശത്തിന്റെ തീ യേശുവിന്റെ നാമത്തിൽ ആ ഹൃദയങ്ങൾ തുറക്കട്ടെ. അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കട്ടെ. എവിടെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകൾ തുറക്കട്ടെ. എവിടെയൊക്കെ ആരാധനകൾ തുറക്കട്ടെ. ആ പ്രത്യാശ, എവിടെയൊക്കെ നഷ്ടപ്പെട്ട പ്രത്യാശകൾ ഇന്ന് രാത്രി കണ്ണുകളിൽ തിളങ്ങട്ടെ. സ്വർഗത്തിന്റെ ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് തുറക്കുകയാ. തീ പോലെ, തീ പോലെ ആത്മസാന്നിധ്യത്തിന്റെ തീ, ഒരു പുതിയൊരു പ്രദർശനത്തിന്റെ തീ എവിടെയൊക്കെ കെട്ടുപോയി. മോശേ, നിന്നെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. അത് ഇരുട്ടി കിടക്കാനല്ല, അത് ഫറവോന്റെ കൊട്ടാരത്തിൽ കിടക്കാനല്ല, അതെ അത് ആടുവെക്കുന്ന കലലിയ സുരമലകളിൽ ഹോറേബിന്റെ പർവ്വതത്തിൽ കിടക്കാനുള്ളതുമല്ല. അത് ചില ലക്ഷങ്ങള് അതെ ആധിപത്യത്തിൽ നിന്ന്, ഫറവോന്റെ കെട്ടിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള വാഗ്ദത്തം തുറക്കുന്ന സമയമാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമാവ് ഓരോരുത്തരും തൊടുകയാ. ആ നാവുകളിലേക്ക് തീ പകരുക. ആ സാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ തീ ദീപ പ്രാപിച്ച ദൈവമക്കൾ നാവുകളെ തുറക്കുക. ശക്തിയോടെ, ശക്തിയോടെ ഈ അവസ്ഥകളെ മാറ്റുന്ന ദൈവിക തീ. ഒരു കൃപയുടെ തീ. ഇന്നിരിക്കുന്ന ഇരുട്ടെല്ലാം ആവശ്യം. എന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണം, എന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകണം, എന്റെ ജീവിതത്തിൽ കഷ്ടതയെല്ലാം ആവശ്യം. ഈ രാത്രി 12 നടുവിൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ചലിക്കുകയാ. അത് പട്ടണത്തെ മാത്രമല്ല, ഈ ദേശത്തെ മാത്രമല്ല, നിങ്ങളുടെ രക്തബന്ധങ്ങളെ, നിങ്ങളുടെ തലമുറകളെ കർത്താവ് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വർഷങ്ങളായി കണക്ക് പറയുന്ന ചില ശാപങ്ങൾ, ചില ഇരുട്ടുകൾ കുടുംബജീവിതത്തെ തകർത്ത് ആധിപത്യം ഉറപ്പിച്ച പിശാചിന്റെ പേർവാഴ്ച ഇന്ന് രാത്രി ചിലത് പടിയിറങ്ങുകയാണ്. ഇന്ന് രാത്രി പടിയിറങ്ങുക. കൃപ പ്രാപിച്ചവർ ആ ദർശനത്തിനകത്ത് നിന്ന് നിന്നെ പള്ളിയിട്ട ആ പൈശാചിക മണ്ഡലത്തെ വെല്ലുവിളിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് പുറത്തു വരിക, പുറത്തു വരിക, പുറത്തു വരിക. മരിച്ചു നാറ്റം വെച്ച 4 ദിവസമായ ലാസർ കല്ലറയ്ക്കകത്ത് കിടന്നപ്പോൾ അതിനകത്ത് യേശുവിന്റെ വാക്കിനാൽ ജീവൻ വ്യാപരിച്ചപ്പോൾ അത് കല്ലറയ്ക്കകത്തല്ല കേട്ടോ, അത് കല്ലറയ്ക്ക് പുറത്തു വന്നെങ്കിൽ നിന്റെ ഇരുട്ടിന്റെ കാലം കഴിയുകയാ, നിന്റെ പാപത്തിന്റെ കാലം കഴിയുകയാ, നിന്റെ ശാപത്തിന്റെ കാലം കഴിയുകയാ, നിന്റെ പ്രതികൂലത്തിന്റെ കാലം കഴിയുകയാ, നിന്റെ സാമ്പത്തിക കെട്ടുകളുടെ കാലം കഴിയുകയാ. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഈ രാത്രി വില കൊടുക്ക്. ഇവിടെ ഒരു നസ്രായൻ വന്നിട്ടുണ്ട്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ നിന്നെ തിന്മയിലേക്ക് തള്ളിയിടുന്നതല്ലേ, അവൻ നിന്നെ ശാപത്തിലേക്ക് പറഞ്ഞു വിടുന്നതല്ലേ അല്ല. ഓ ആത്മസാന്നിധ്യത്തിന്റെ തീ ചിലരെ തൊടുകയാ, തൊടുകയാ. ചില വർഷങ്ങൾ ആധിപത്യങ്ങൾ അഴിയുകയാ. വിശ്വസിക്കുന്നവർ ഈ രാത്രി വില കൊടുക്ക്. ഈ രാത്രി കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങുക. ഈ രാത്രി കർത്താവിനെ വിട്ടുകൊടുക്ക്. അതേ പുതിയൊരു തീ. പഴയ തിരുത്തിയിൽ ആരും പുതുവീഞ്ഞ് പകരാറില്ലല്ലോ. ഈ രാത്രിയിൽ ഒരു പുതിയൊരു തിരുത്തി, ഒരു പുതിയൊരു ഹൃദയ നിങ്ങളുടെ അകത്ത് രൂപാന്തരപ്പെടട്ടെ. ഈ പുതിയൊരു ഹൃദയ നിങ്ങൾക്കകത്തുണ്ടാകട്ടെ. ഒരു പുതിയൊരു ജീവിതം. ഇന്നലകളുടെ അഴുക്കുകൾ ഈ രാത്രി ക്യാൻസൽ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഇന്നലകളുടെ വേർപ്പുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഇന്നലകളുടെ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഇന്നലകളുടെ വഴികൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഈ രാത്രി പുതിയൊരു തീ,
പുതിയൊരു ഹല്ലേലൂയ ദൈവ പ്രവൃത്തികൾ അതേ ഉരുട്ടിലിരിക്കുന്നവർ അവർ ഉഴലുകയാണ്, അവർ വഴിയറിയാതെ വീഴുകയാണ്, അവർ ഇരുട്ടിലിരുന്ന് ഹല്ലേലൂയ തപ്പുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ തപ്പാനല്ല വിളിച്ചത്, ഇന്ന് രാത്രി വെളിച്ചമാകുന്ന യേശുവിന്റെ വഴിയിലേക്ക് പോകാനാ വിശ്വസിക്കുന്നവർ. ഹൃദയം തുറന്നവരാ, എൻ്റെ ജീവിതത്തിലൊരു വഴി തുറക്കണമേ, എൻ്റെ ജീവിതത്തിലൊരു പാത തുറക്കണമേ, എൻ്റെ ജീവിതത്തിലൊരു നന്മ തുറക്കണമേ, എൻ്റെ ജീവിതത്തിൽ ചില പച്ചപ്പുകൾ സ്വർഗം നൽകണമേ എന്ന്. എവിടേക്കോ നഷ്ടപ്പെട്ട, എവിടേക്ക് തപ്പിത്തടഞ്ഞ ചില ഇരുളുകളുടെ കാലം ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നീ കരഞ്ഞത് മതി കേട്ടോ, നീ ഉലഞ്ഞത് മതി, നീ നെടുവിൽപ്പെട്ടത് മതി, നീ നിന്ന് ഏറ്റുവാങ്ങിയത് മതി, നീ തകർന്നത് മതി, നീ താഴ്ന്നത് മതി കേട്ടോ. ഇനി നിന്നെ ഉയർത്തുന്ന കാലമാ, ഇനി നിന്നെ അടുത്തൊരു സീസണിലേക്ക് സ്വർഗം കൈപിടിച്ച് കയറ്റുന്ന കാലമാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. അതേ നാത്താലി ദേശമേ, സബൂലൻ ദേശമേ, നീ ഇരുട്ടിനകത്ത് കിടന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു വെളിച്ചം തുറക്കുകയാ. പാലേലി ദേശമേ, നിന്റെ പാപത്തിന് ചങ്ങലഴിയുന്ന ഒരു ദൈവിക തീ ഈ പട്ടണത്തിന് നടുവിൽ ഉലാവുകയാ. നിന്നെ ക്രൂരനാക്കുന്നതല്ല, നിന്നെ കൊലപാതകയാക്കുന്നതല്ല, നിന്നെ മദ്യപാനിയാക്കുന്നതല്ല, നിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാക്കുന്നതല്ല, അതിനകത്ത് നിന്ന് നീ നന്മയുള്ളവനായി മാറ്റുന്ന സത്യം, നീ തേജസ്സുള്ളവനായി, നീ നീതിയുള്ളവനായി, നീ ആൾക്കാർക്ക് പ്രയോജനമുള്ളവനായി മാറുന്ന ഒരു ജീവിതത്തിലേക്ക് എൻ്റെ യേശു നിന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി അതിർന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ രാത്രി കർത്താവിൻ്റെ മഹത്വം ചിലരിത് തുറക്കുക. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിനകത്തല്ല, നിങ്ങളിനകത്ത് സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില പട്ടണങ്ങളുടെ കെട്ടുകൾ പൊട്ടുകയാ, ചില കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറുകയാ, തലമുറകൾ ഹാലലിസ്തുരം വഴിവിട്ടു പോകുന്ന സമയമാ, തലമുറകൾ ഹാലലിസ്തുരം ദൈവമല്ലാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു കൊണ്ടുപോകുന്ന സമയമാണ്. ഈ രാത്രി കരയാൻ കഴിയുമെങ്കിൽ കൈവിടപ്പെട്ട തലമുറകളെ കർത്താവ് തിരികെ തരാൻ പോവുകയാണ്. എവിടെയൊക്കെ പാളിപ്പോയ തലമുറകളെ, എവിടെയൊക്കെയോ കൈവിടപ്പെട്ടു പോയ ഹല്ലേലൂയ കുടുംബത്തെ ഇന്ന് രാത്രി തിരികെ തരുന്ന ഒരു കർത്താവ് ഇതിനകത്തുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ഉറപ്പോടെ വിളിച്ചു പറയാൻ പറ്റും? അതേ, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ പോരാട്ടമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നടന്ന വർഷങ്ങൾ നമുക്കുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഏതൊക്കെയോ സമയത്ത്, ഏതൊക്കെയോ സാഹചര്യത്തിൽ പെട്ടെന്ന് മിന്നൽ വീഴുന്നത് പോലെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റപ്പെടുകയാണ്. വളരെ സമാധാനത്തോടുകൂടെ പോയ ഭവന ഹല്ലേലൂയ നാശത്തിലേക്ക് പോയി, തകർച്ചയിലേക്ക് പോയി, പ്രതികൂലത്തിലേക്ക് പോയി, പിന്നെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ അവസ്ഥയിലേക്ക് പോയത് നാം കണ്ടതല്ലേ? ഇന്ന് രാത്രി വിളിച്ചു പറ, അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൊണ്ടുപോയത് പൈശാചികനാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് നമ്മുടെ കുടുംബത്തെ കാർന്നെടുത്തത് പൈശാചികനാ. അത് നന്മയല്ല തന്നത്, അവൻ തിന്മ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, അവൻ തിന്മയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, അവൻ തിന്മ മാത്രം നമ്മളെ ചിന്തിപ്പിക്കുന്നു, പാപം മാത്രം നമ്മെ ചിന്തിപ്പിക്കുന്നു, പാപത്തിലൂടെ മാത്രം നമ്മൾ ഹല്ലേലൂയ ഇഷ്ടപ്പെടുന്നു, പാപമില്ലാത്ത സ്ഥലം നാം വെറുക്കുകയാണ്, വിശുദ്ധ സ്ഥലങ്ങളെ നാം അവഗണിക്കുകയാണ്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയാതായിരിക്കുകയാണ്. ഇന്ന് കെട്ടപ്പെട്ട അധരങ്ങൾ, കെട്ടപ്പെട്ട ബുദ്ധിമണ്ഡലങ്ങൾ, സാത്താൻ അവകാശപ്പെടുത്തിയ ചിലത് ഇന്ന് രാത്രി ഒരാണിപ്പെഴുതേറ്റ കരം തൊട്ട് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പേര് യേശു എന്നാണ്, അവൻ്റെ പേര് യേശു എന്നാണ്. ഒന്നുകൂടെ ഒന്ന് നാവ് തുറന്ന് വിളിച്ചാൽ എവിടെയൊക്കെയോ വീണുപോയെടുത്തുനിന്ന് ആ കരം നിങ്ങളെ തന്ന് പുതിയൊരു തലത്തിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുവാനിടയാകാം, ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാനിടയാകാം. എവിടെയൊക്കെയോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്തില്ലേ, എവിടെയൊക്കെയോ ദൈവത്തിന് ഹല്ലേലൂയ അറിയാൻ പാടില്ലാത്ത, ദൈവം വെറുക്കുന്ന സ്ഥലങ്ങളിലൂടെ നാം നിന്നില്ലേ, നാം നോക്കിയില്ലേ, നാം ചിന്തിച്ചില്ലേ, നാം പ്രവർത്തിച്ചില്ലേ? ഇന്ന് രാത്രി വിളിച്ചു പറ, കർത്താവേ, അങ്ങേ വിട്ടു പോയ വഴികൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. ഇന്ന് രാത്രി എന്നെ പുതിയൊരു ഹൃദയം എന്നെ തരണമേന്ന്, പുതിയൊരു ജീവിതം എന്നെ തരണമേന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ യേശു ചിലരെ വിളിക്കുകയാണ്. യേശു ചിലരെ വിളിക്കുക, യേശു ചിലരെ വിളിക്കുക. ഒന്നുകൂടെ തിരിച്ചു വരൂ, നിന്നെ എനിക്ക് തന്നു, ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വന്നു, എൻ്റെ ജീവിതത്തെ എനിക്ക് താ. എത്ര വർഷങ്ങൾ നാം ജീവിച്ചതാ. സ്വന്തം ഇഷ്ടപ്രകാരം ഒത്തിരി കാലം ജീവിച്ചില്ലേ, സ്വന്തം ആഗ്രഹപ്രകാരം ഇത്രയും കാലം ജീവിച്ചില്ലേ? ഇനിയുള്ള നാളുകൾ അപ്പന് കൊടുത്തൂടെ? ഇനിയുള്ള നാളുകൾ അപ്പന് വേണ്ടി കൊടുത്തൂടെ? ഒരു ചിന്തയുമില്ലാതെ, ഒരു സ്വന്തമായ ആഗ്രഹങ്ങളില്ലാതെ
പ്രതിഫല ഇച്ഛയില്ലാതെ ആ യേശുവിന് കൊടുക്ക്. അവൻ നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ, അവൻ നിങ്ങളെ കൈവിടത്തില്ല. മനസ്സിലാക്കുന്നവർ അതിനങ്ങൾ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. ഇരുട്ടിലിരിക്കുന്ന ജനം അത് ദൈവത്തെ അറിയാത്ത ജനമാണ്. ഒരു ദൂത് ഇരുട്ടിലിരിക്കുന്ന ജനം ദൈവത്തെ അറിയാത്ത ജനമാണെങ്കിൽ, മറ്റൊരു ദൂത് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനം. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കൂട്ടർ ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനമാണെങ്കിൽ, മറ്റൊരു കൂട്ടർ ദൈവത്തെ അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ കൂട്ടരാ. ദൈവത്തെ അറിഞ്ഞിട്ടും ആ സ്നേഹത്തിൽ നിൽക്കാൻ കഴിയാത്ത കൂട്ടരാ. ദൈവത്തെ അറിഞ്ഞിട്ടും കണക്കുകൾ പറഞ്ഞ കൂട്ടരാ. ദൈവത്തെ അറിഞ്ഞിട്ടും പിന്മാറ്റത്തിൽ പോയ കൂട്ടരാ. ദൈവത്തെ അറിഞ്ഞിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും അതെല്ലാം കളഞ്ഞു കുടിച്ച ഒരു കൂട്ടരാ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദൈവസ്നേഹത്തെ തള്ളിക്കളഞ്ഞവരാ. ഇരുട്ടിലിരിക്കുന്ന ജനം. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്ന ജനം ഇരുട്ടിലിരിക്കുന്നിടത്തോളം കാലം പുറത്തു വരാൻ കഴിയത്തില്ല പ്രിയരെ. ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പ്രകാശം വന്നേ മതിയാവത്തുള്ളൂ. മനുഷ്യനാകുന്ന എൻ്റെ ജീവിതത്തിനകത്തൊരു പ്രകാശം വരണമെങ്കിൽ ആ പ്രകാശം ക്രിസ്തുവല്ലാതെ മറ്റൊരു വ്യക്തി ഉലകത്തിലില്ല. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏത് വഴിയിൽ നീ പ്രകാശം കണ്ടെത്താമെന്ന് തോന്നിയാലും, എന്തൊക്കെ ചെയ്താലും ആ പ്രകാശത്തിനടുക്കൽ എത്തത്തില്ല. ആ യേശുവല്ലാതെ നിങ്ങളെ പാപത്തിൽ നിന്ന് കരകയറ്റാൻ ഉലകത്തിൽ ആരുമില്ല കേട്ടോ. പാപം ചെയ്തവർ നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 12:25 വായിച്ചാട്ടെ. ഇയ്യോബ് എഴുതിയ പുസ്തകം 12:25. അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ എന്ത് ചെയ്യുന്നു? തപ്പി നടക്കുന്നു. അവൻ മത്തന്മാരെ പോലെ എന്ത് ചെയ്യുന്നു? ചാഞ്ചാടുന്നു. ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇരുട്ടിൽ നിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു? തപ്പി തപ്പി നടക്കുന്നു. അപ്പോൾ ഇരുട്ടിലല്ലാത്തവൻ സുഖമായി നടക്കുന്നു. ഇന്ന് രാത്രി തീരുമാനിക്കുക, തപ്പി തപ്പി നടക്കണമോ സുഖമായിട്ട് നടക്കണമോ? ഇനി മറ്റൊരു ദൂത്, ജീവിതത്തിൽ ഞാൻ തപ്പിത്തപ്പി നടക്കേണ്ടുന്ന അവസ്ഥയ്ക്ക് കാരണം എന്താന്ന് മറ്റൊരു ദൂതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ, ഇരുട്ടിൽ കിടക്കുന്നത് പാപം ചെയ്യുന്നവരാ, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാ, തിന്മ ആഗ്രഹിക്കുന്നവരാ, സ്വന്തം ഇഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാ, സ്വന്തം ആഗ്രഹങ്ങൾ നിൽക്കുന്നവരാ. ഹല്ലേലൂയ, ആമേൻ. പത്രോസിനെ നോക്കിയാൽ അറിയാം. പത്രോസിനോട് യേശു കർത്താവ് പറയും, ഞാൻ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? ചിതറിപ്പോകാൻ പോകുകയാണ്. നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇടയനെ വെട്ടാൻ പോകുകയാണ്. നിങ്ങളെല്ലാം ചിതറിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന് മനസ്സിലായി, നമ്മുടെ നേതാവ് ഇല്ലാതാകാൻ പോകുക. അപ്പോൾ പത്രോസ് പറയുക, കർത്താവേ, നിനക്കെങ്ങനെ ഭവിക്കരുതേ. ആമേൻ. അത് പറഞ്ഞപ്പോൾ യേശുവിന് മനസ്സിലായി, അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പത്രോസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. ഇന്ന് രാത്രി നിലനിൽപ്പുകൾ മാറട്ടെ. നിലനിൽപ്പുകൾ കർത്താവിൻ്റെതാണ് കേട്ടോ. കരമുയർത്തി രാമയും പറഞ്ഞേര്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞങ്ങൾ രാവിലെ ഇവിടെ ഗേറ്റ് തുറന്നു കൊടുത്തു. രാത്രി ഞാനും ഭാര്യയുമായിട്ട് വരുമ്പോൾ ഇവിടെ നനഞ്ഞ് മൊത്തവും നാശമായി, നിൽക്കാൻ പോലും കഴിയാതെ ഞങ്ങൾ മഴ നനഞ്ഞ് കുതിർന്ന്, കോട്ടിട്ടിട്ടും കൂടി നനഞ്ഞ് കുതിർന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളിവിടെ നിന്ന് കുറേ സമയം പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒത്തിരി അഭിഷക്തന്മാർ ഇവിടെ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നലത്തെ ഒരു സാക്ഷ്യം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ നിലം തോർന്നു തരണം. മഴ തോർന്നപ്പോൾ എന്ത് ചെയ്യണം? ഒറ്റ വാക്കത, ഈ നിലം തോർന്നു തരണം. ഇതിനകത്ത് ആൾക്കാരിരിക്കണം. കർത്താവേ, മഴ മാറ്റണം. ആമേൻ. വിശ്വസിച്ചു. ഹല്ലേലൂയ. അഭിഷേകന്മാർ പറഞ്ഞു, നമുക്കതാക്കാം, താഴെയാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ കയറി വന്നപ്പോഴേ എനിക്കൊരു വിഷം തന്നതാ, ഇവിടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഇരിക്കണമെന്ന്. അപ്പോൾ ഇത് മാറ്റാൻ വിഷം തന്ന ആളിനെ കഴിയത്തുള്ളൂ, എനിക്ക് കഴിയത്തില്ല. കരം ഉയർത്തി രാമയും പറഞ്ഞേരെ. ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് യോഗ്യന്മാരോട് ഞാൻ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു, പാസ്റ്ററെ, അവസാന നിമിഷം വരെ നമ്മൾ നോക്കാം. ആരാധന തുടങ്ങുമ്പോഴും മഴയാണെങ്കിൽ താഴെയാക്കാം. പക്ഷേ എൻ്റെ പൊന്നു തമ്പുരാൻ,
നേരം വെളുത്തത് മുതൽ അന്തരീക്ഷത്തിൽ നമുക്ക് അനുകൂലമാക്കി തന്നെങ്കിൽ പറ, ഈ പട്ടണത്തെ വിട്ടുവയ്ക്കാൻ കർത്താവിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? ഇന്നിവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെ, അഭിഷിക്ത ദാസിമാരെ, ഓരോ കുടുംബത്തിലിരിക്കുന്നവർ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കുടുംബം മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ എന്ന വ്യക്തി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ എന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുവാൻ എൻ്റെ പൊന്നു തമ്പുരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. നിങ്ങളെ ശബ്ദം കേൾപ്പിക്കുന്ന നിലവാരത്തിൽ ആ കർത്താവ് നിങ്ങളെ തന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി ചില നിയോഗത്തിലേക്ക്, ചില ആത്മഭാരമുള്ള ശുശ്രൂഷകളിലേക്ക്, ചില ദേശത്തിന് നടുവിലേക്ക് അഭിഷേകത്തിന്റെ ആത്മഭാരത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിച്ച് കൃപയുടെ കരം നിങ്ങളിലേക്ക് തുറക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മസാന്നിധ്യത്തെ സ്വീകരിക്കുക. ആ ഹൃദയത്തിനകത്തിലേക്ക് ദൈവത്തിന്റെ ആത്മസാന്നിധ്യം തുറക്കട്ടെ. പുതിയൊരു ദർശനങ്ങൾ, പുതിയൊരു വിഷൻ. എവിടെയോ ദർശനത്തിന് നടുവിൽ മുടങ്ങി വയ്ക്കുന്ന പിശാചേ, ഇന്ന് രാത്രി എൻ്റെ ദേശം വിട്ടുമാറ്, എൻ്റെ കുടുംബം വിട്ടുമാറ്. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെയ്യാൻ തടയുന്ന ദുഷ്ടപരിശേ, നീ ആരാണ്? ഇന്ന് രാത്രി പറ. ആ പൈശാചിക മണ്ഡല യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക് രാത്രി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക. അത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില ദൈവ മഹത്വം നിന്റെ കുടുംബത്തിലേക്ക് വീഴട്ടെ. ചില ഉദ്ധാരണങ്ങൾ, ചില രക്ഷകൾ ഈ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചിലരിലൂടെ ചില നിയോഗങ്ങൾ ഇന്ന് രാത്രി തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പട്ടണങ്ങളെ ഈ രാത്രിയിൽ ചിലരുടെ മേൽ ചില ദർശനത്തിൽ തുറക്കട്ടെ. ചില ആത്മഭാരമുള്ള ശുശ്രൂഷകൾ, ചില നിയോഗങ്ങൾ ഈ രാത്രി തുറക്കട്ടെ. ഇരുട്ട് മാറട്ടെ. തപ്പി നടക്കുന്ന കാലം മാറട്ടെ. തപ്പി നടക്കുന്ന കാലം മാറട്ടെ. അവർ മത്തനെ പോലെ ചാഞ്ചാടുമാർ വെക്കുന്നു ദൈവവചനം എഴുതി വെച്ചെങ്കിൽ ഇനി ചാഞ്ചാടുന്ന കാലം കഴിയട്ടെ. അഭിഷേകം നിന്നെ പൂർണ്ണമായി ഉപയോഗിക്കുന്ന കാലമായി മാറട്ടെ. അധികാരത്തിന് ആത്മാവിന്റെ ശക്തി ഈ രാത്രി ചിലരെ തൊടുകയാ. ചാഞ്ചാടുന്ന കാലം മതിയെന്ന്, ചഞ്ചലപ്പെട്ട കാലം മതി. കർത്താവിനെ ഉറപ്പ് പ്രാപിക്ക്. ഈ രാത്രി അവസ്ഥകൾ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ചിലരെ തൊടുകയാ. പുതപ്പെടുന്ന ഒരു ആത്മീക അഭിഷേകത്തിന്റെ ശക്തി ചിലരെ മേൽ വെളിപ്പെടുക. എവിടെ മുറിപ്പെടുത്തി അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. എവിടെയോ വചന വെളിപ്പാടുകളുടെ ശക്തിയെ കൊള്ളയടിക്കുന്ന ആ നാവുകളിൽ കെട്ടുകളിട്ട ചില ഇരുട്ടിന്റെ മണ്ഡല സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അതിനെ തൊടുകയാ. തീ പോലെ ആത്മസാന്നിധ്യത്തിന്റെ ശക്തി പട്ടണങ്ങളെ തൊടട്ടെ. ഈ ദേശങ്ങളെ തൊടട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ തീ പുറപ്പെടട്ടെ. അത് ചില ആഭിചാരത്തിൽ കിടക്കുന്ന തലമുറകൾ, ചില അനർത്ഥത്തിലേക്ക് പോകുന്ന തലമുറകൾ, വ്യഭിചാരത്തിന് വേണ്ടി വാതിലുകൾ തുറക്കുന്ന തലമുറകൾ ഇന്ന് രാത്രി അടയട്ടെ. ദൈവ തേജസ് ഇല്ലാത്തവരായി മാറുന്ന, വചനത്തിന് മറുത്തു നിൽക്കുന്ന, ദൈവത്തിനെതിരായി ഓടിക്കൊണ്ടിരിക്കുന്ന, ലോകബന്ധങ്ങളിലേക്ക് മത്സരിക്കുന്ന ഒരു കൂട്ടർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആത്മഹത്യയുടെ പ്രേരണകളുള്ളവൻ ഇനി ജീവിക്കുന്നത് എന്തിന്? ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മ ഇനിയുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എല്ലാം ആദ്യം അടഞ്ഞില്ലേ എന്നാരൊക്കെയോ ഭാരപ്പെടുന്നു. അവരുടെ നടുവിൽ യേശുവിനാണ് പിള്ളേറ്റ കരം തൊടുകയാണ്. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് തപ്പി കളിക്കുന്ന കാലമാണെങ്കിൽ അതേ തപ്പി തടയുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഒരു പ്രകാശം നിന്റെ മേൽ വീഴുന്നുണ്ട്. രക്തത്താൽ നിന്റെ മേൽ സ്വർഗം തൊടുന്നുണ്ട്. നിങ്ങളുടെ മേൽ സ്വർഗത്തിൽ പദ്ധതിയുണ്ട്. വാതിലുകൾ അടഞ്ഞോ സാരമില്ല. നീ വിളിക്കേശുവിനെ. നിനക്ക് വേണ്ടി പുതിയ വാതിൽ തരുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവേ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം തൊടട്ടെ. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് പുതിയൊരു വെളിച്ചം വന്നെങ്കിൽ ഇരുട്ട് തപ്പി നടക്കുന്നതാണ്. ഇരുട്ട് ഹാലലൂയ സ്തോത്രം മൊത്തനെ പോലെ ചാഞ്ചാണ്ട് മറക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നതാണെന്നാണ് പറയുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. അതേ, ഇരുട്ടിലിരിക്കുന്നിടത്തോളം കാലം പ്രിയ ജനമേ വാതിൽ കാണാൻ കഴിയത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ചില ഇരുട്ടിൻ്റെ വാതിലുകൾ മാറുകയാ. മനുഷ്യൻ നിന്നെ വിധി എഴുതി വെച്ച ഇരുട്ടുകളുണ്ട് കേട്ടോ. പിശാചങ്ങളെ എഴുതി വെച്ച വിധികളുണ്ട് കേട്ടോ. ആ ഇരുട്ടിൻ്റെ ശക്തി
ഇരുട്ടിൽ നിൽക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ആ ഇരുട്ടിനകത്ത് ഒരു പ്രകാശമായ ഒരു കർത്താവ് വരാൻ പോകുന്നു. വിശ്വസിക്കുന്ന രാമൻ പറ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ദർശനങ്ങൾക്കകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്ന അറിയത്തില്ല. ഉടഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥന മുറിക്കകത്ത് കണ്ണീരൊഴുക്കി ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പറ, ചില നിയോഗങ്ങളെ കെട്ടിവെച്ചത് പൈശാചിക മണ്ഡലമാണെങ്കിൽ ഈ രാത്രിയിൽ ഒരു വെളിച്ചം നിങ്ങളെ തുറക്കാൻ പോകുന്നു. അത് ക്രിസ്തുവാകുന്ന വെളിച്ചമാ ഒന്നുകൂടെ തൊടാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇരുട്ടിലിരിക്കുന്നവർ ഹല്ലേലൂയ വെളിച്ചം കണ്ട്. ഇരുട്ട് പ്രശ്നമാണ് പ്രിയരെ. അതിൻ്റെ ഇയ്യോബ് 18:18 കൂടെ ഒന്ന് വായിക്കാമോ? നമുക്ക് പെട്ടെന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. ആമേൻ. ഇയ്യോബ് 18:18. ഹല്ലേലൂയ. ഇരുട്ടെന്ത് ചെയ്യും? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും. ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. ഈ ദേശമേ, യേശുവിനെ വിശ്വസിച്ചിട്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട്, ആത്മസാന്നിധ്യത്തിൽ നടന്നിട്ട്, സുവിശേഷ കൂട്ടായ്മയിൽ നടന്നിട്ട്, സൺഡേ സ്കൂളിലും അധ്യാപകനായിട്ടും ആരാധനകൾ മുടക്കം വരാതെ പോയിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇന്നും നീ പൂർണ്ണതയോടെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടില്ല എന്ന് ദൂത് പറയുന്നു. ആമേൻ. ഈ രാത്രിയിൽ നിന്നെ അറുത്തിട്ട ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്ന മേഖലയ്ക്കകത്ത് നീ യേശുവിന് വേണ്ടി നിന്നിട്ടുണ്ടോ? നീ യേശുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? നീ യേശുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? നീ യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടോ? ഈ രാത്രി അതിനകത്തൊരു വിശ്വസ്തത ശോധന ചെയ്യുന്ന ആരെങ്കിലും ഈ രാത്രി ഉണ്ടെങ്കിൽ, നിന്റെ മേൽ തിരിച്ചു വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അതിനകത്ത് വലിയൊരു അസാധാരണമായ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? അതേ ബസ്, ഞാൻ പാപത്തിലൊന്നും വീണിട്ടില്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പറയുന്നതല്ല വിശ്വാസം. നിനക്ക് 100 സാഹചര്യം ഉണ്ടായിട്ടും ആ പാപത്തെ ജയിക്കുവാൻ കഴിയുന്ന വിശ്വാസം, പാപത്തെ ജയിക്കുവാൻ കഴിയുന്ന വിശ്വസ്തത ഇതുണ്ടെങ്കിൽ നിന്നെ അടക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നും, ഒരു ഇരുട്ടിലേക്ക് തള്ളിയിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ അകം തിളയ്ക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ശക്തിയോടുകൂടെ അപ്പനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റുമെന്ന്. ഹലോ, തെറ്റിലേക്ക് പോകാൻ സുവിശേഷം കേൾക്കണ്ട കേട്ടോ. പാപത്തിലേക്ക് പോകാൻ സുവിശേഷം കേൾക്കണ്ട. നീ വചനത്തെ മറച്ചു നിന്നാൽ മതി, വചനം കേൾക്കാതിരുന്നാൽ മതി. പക്ഷേ എവിടെ വചനം കേൾക്കുന്നുവോ അവിടെ മാനസാന്തരങ്ങൾ സംഭവിക്കണം. എവിടെ വചനം കേൾക്കുന്നുവോ അവിടെ രൂപാന്തരങ്ങൾ സംഭവിക്കണം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. പക്ഷെ ഞാൻ ഈ രാത്രി വിളിച്ചു പറയട്ടെ, ഏതൊക്കെയോ സ്ഥലങ്ങൾ നാം പോയില്ലേ, ഏതൊക്കെയോ സ്ഥലങ്ങൾ നാം നഷ്ടപ്പെട്ടില്ലേ, ഏതൊക്കെയോ സമയത്ത് നമ്മുടെ വിശുദ്ധികൾ നഷ്ടപ്പെട്ടിട്ടില്ലേ, ഏതൊക്കെയോ സമയത്ത് നമ്മയുടെ ജീവിതങ്ങൾ തളർന്നു പോയില്ലേ? ഇന്ന് രാത്രി വിളിച്ചു വാ, കർത്താവേ എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ, ഒന്നുകൂടെ എന്നെ നിയോഗിക്കണമേ. അതേ ഹല്ലേലൂയ, ഏലിയാവിനെ നിയമിച്ചതുപോലെ, ഏലിയാവിനെ തിരഞ്ഞെടുത്തതുപോലെ, ഏലിയാവിൻ്റെ സ്വർഗ്ഗത്തിലെ ദൂതൻ അതേ കനലിച്ചുട്ട് അപ്പം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പുറപ്പെടാൻ സമയമായിരിക്കുക. നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആരൊക്കെയോ ഹൃദയത്തിനകത്ത് ഒന്നുകൂടെ കർത്താവ് ചില നിയോഗങ്ങൾ തരികയാ, ചില കാളിങ്ങുകൾ തരികയാ, ചില ദൈവപ്രവൃത്തി തുറക്കുകയാണ്. വിശ്വസിക്കുന്ന രാമ്യം പറയണം കേട്ടോ. എവിടെയൊക്കെ നഷ്ടപ്പെട്ട ചിലത് കർത്താവ് തിരികെ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ ആരുമില്ലെന്നോർത്ത് ഭയപ്പെടേണ്ട, ഇവിടെ ആരും സഹായിപ്പാനില്ലെന്നോർത്ത് ഭയപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയോ, ആരൊക്കെ നമ്മെ അവഗണിച്ചുവോ, ആരൊക്കെ നമ്മെ കഴിവില്ലെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയോ, ഇന്ന് രാത്രി കഴിവില്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവമുണ്ട്. ഫോഷന്മാർക്ക് തിരഞ്ഞെടുപ്പ് നൽകിയ ഒരു പൊന്നു തമ്പുരാൻ. ഹല്ലേലൂയ. ലോകത്ത് എവിടെ പോയാൽ ഇൻ്റർവ്യൂ നടത്തി കഴിവുള്ളവനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്താതെ കഴിവില്ലാത്തവനെ തിരഞ്ഞെടുക്കുന്നൊരു കർത്താവ്. എത്ര വിചിത്രമായ ഒരു കപ്പൻ നമുക്കുണ്ടെങ്കിൽ. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നെങ്കിൽ സത്യം പറയാമല്ലോ, ഞാൻ ഏതേലും കോണി കിടന്ന് ഹല്ലേലൂയ സ്തോത്രം തെറിവിളിപ്പാട്ടുമായി നടക്കേണ്ടവനാ. ആമേൻ. ഒരു ഇൻ്റർവ്യൂ പോലും നടത്താത്ത പൊന്നു തമ്പുരാൻ അവൻ്റെ പരമപിതാവായ വിളിയുടെ ലാക്ക് നോക്കാൻ ഒരവസരം തന്നെങ്കിൽ ഇത് ചെറുതല്ല പ്രിയരെ, ഇത് വലുതാ പദവി. മനസ്സിലാകുന്ന രാമ്യം പറ,
ഇതിനെ വിട്ടേച്ച് പോകരുത് കേട്ടോ. ഈ തിരഞ്ഞെടുപ്പ് വലുതാണെന്ന്, ഈ നിയോഗങ്ങൾ വലുതാ. അപ്പനെ വിളിക്കാൻ തന്ന യോഗ്യതയുണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്തതാണെന്ന്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു അളവുകോൽ വെച്ചെങ്കിൽ ഞാൻ തോറ്റുപോയനെ കേട്ടോ. എന്തെങ്കിലും ഒരു നിയന്ത്രണ രേഖ വെച്ചിരുന്നെങ്കിൽ ഞാൻ തകർന്നേനെ കേട്ടോ. അവൻ അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് എന്നെ തേടി വന്ന സ്നേഹമാണ് യേശു. അതവനങ്ങൾ തുറന്ന് എത്ര പേർ മനസ്സിലാക്കുന്ന അറിയത്തില്ല. രക്ഷയിലേക്ക് വന്ന നാളുകൾ ഓർത്തു നോക്ക്. ഏതെങ്കിലും അളവുകൾ വെച്ചിട്ടാണോ നാം ചെയ്ത പാപത്തിന് നടുവിൽ എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത ഇടത്ത് അളവുകൾ നോക്കാത്ത ഒരു തമ്പുരാൻ എന്റെ ജീവിതത്തിൽ വന്നില്ലേ? ആ ഓട്ടം ഒന്നുകൂടെ നമുക്ക് ഓടട്ടെ പ്രിയരെ. ആ ഓട്ടത്തിന് ഒന്നുകൂടെ ഒന്ന് നമുക്ക് എഴുന്നേക്കേണ്ട പ്രിയരെ. ഈ രാത്രി പാലയിലെ കൺവെൻഷനകത്ത് നിങ്ങൾക്കകത്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് മനുഷ്യൻ്റെ ശക്തിയല്ല കേട്ടോ, അത് ഉയരത്തിൽ നിന്നുള്ള തമ്പുരാൻ്റെ ശക്തിയാ. അഭിഷേകം പറഞ്ഞപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കേട്ടു, അത് എമ്മോസിലേക്ക് പോകുന്ന 2 പേരുടെ നടുവിൽ യേശു കർത്താവ് ചേർന്ന് നടന്നെന്ന്. ഹല്ലേലൂയ. അവർ പോയപ്പോൾ യേശുവാണെന്ന് മനസ്സിലായപ്പോൾ അവർ തമ്മിൽ പറയുന്നൊരു വാക്കുണ്ട്. അതേ നമ്മുടെ കൂടെ വന്ന കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്നെന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ചില പുറപ്പാടിന് സമയമായി. ഇന്നെന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണ, ഇന്ന് ജീവിതം മാറാൻ സമയമായിരിക്കുന്നു. ഇന്നെന്തെങ്കിലും ആത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇത് പഴയതിലേക്കല്ല, ഒരു പുതിയൊരു പുറപ്പാടിലേക്ക് സ്വർഗം നിങ്ങളെ വിളിക്കുകയാണ്. എത്ര പേർ ഇത് ഏറ്റെടുക്കുവാനുണ്ട്? എത്ര പേർ ഇതിന് മറുപടി കൊടുക്കുക? ഈ രാത്രി ജീവിതത്തെ, ശുശ്രൂഷകളെ, ജീവിത രീതികളെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗം തുറന്ന് ചിലരിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇരുട്ട് മാറുന്നു, ഒരു പ്രകാശം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഈ രാത്രി ഒരു ആത്മ സാന്നിധ്യത്തിന്റെ തീ സ്വർഗം നിങ്ങളിലേക്ക് പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മഹത്വം വലുതാണ്, ഈ തിരഞ്ഞെടുപ്പ് വലുതാണ്. പാപത്തിൽ പോയത് മതി, ശാപത്തിൽ പോയത് മതി, ഇരുട്ടിൽ കിടന്നത് മതി. കർത്താവേ, അവിശുദ്ധിയുടെ പുതപ്പ് എന്റെ മേലൊന്ന് വീഴണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? ഒരു പുതിയൊരു വിശുദ്ധിയുടെ പുതപ്പ്, ഒരു പുതിയൊരു വെണ്മയുടെ പുതപ്പ്. ആ പുതപ്പിൽ നിന്നുകൊണ്ട്, ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ചില രാജ്യങ്ങൾക്കകത്ത് ചില പകർന്നു പോയ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു ആത്മനിയന്ത്രണത്തിന്റെ ശക്തി, ആത്മനിയോഗത്തിന്റെ ശക്തി എന്റെ മേൽ പുറത്തു വരാൻ പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അത് തിരിച്ചറിഞ്ഞൊരു ഭക്തൻ പാടിയതാ. കർത്താവേ, ഇത്ര മഹത്വമുള്ള പദവി, എത്ര മഹത്വമാ! ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകൾ കരുള, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകൾ. പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിജി. ആ ഹൃദയം തുറന്ന് ഏറ്റെടുക്കുവാൻ താഴുവാൻ പറ്റുമോ? നമുക്ക് താഴുവാൻ പറ്റുമോ? പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര ഇല്ലേ? ആ തിരഞ്ഞെടുപ്പ് എന്നെ തിരഞ്ഞെടുത്തതിനാൽ പാത്രത ഏതുമില്ലാത്ത നിന്റെ കൃപ എത്ര വിചിത്രമാണപ്പ. ഈ രാത്രി വില കൊടുക്കാമോ? ഈ രാത്രി മടങ്ങി വരാമോ? ഈ കൺവെൻഷൻ്റെ 1ാമത്തെ രാത്രി ആരേക്ക് കർത്താവ് വിളിക്കുകയാ? പുതിയ ചിലത് നിക്ഷേപങ്ങൾ കാത്തുവെച്ച് നിങ്ങൾ ലോകത്തിലേക്ക് വീഴാതെ കർത്താവ് ചിലരെ തിരികെ വിളിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ഇത് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം മാറും കേട്ടോ. ഇതിനകത്തൊന്നുകൂടെ തിരിച്ചു വരാൻ കഴിയും. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാൻ പോകുകയാണ്. അന്ധകാരത്തിനടുത്ത് പറയുന്നത് എന്താ? അന്ധകാരത്തിൽ മരണത്തിൻ്റെ ദേശം. ആമേൻ. മരണത്തിൻ്റെ ദേശം. 2ാമത്തെ എന്താ? മരണത്തിൻ്റെ ദേശം. ഹല്ലേലൂയ. ഈ രാത്രി വിളിച്ച് പറയാം, മരണത്തിൻ്റെ ദേശം അത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുകയാണ്. റോമർ 5:12 വായിച്ചാട്ടെ. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും
പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു. നമുക്കറിയാം, ഏദനിൽ നിന്ന് തുടങ്ങുന്ന പാപമാണ്. അതിലൂടെ കടന്നപ്പോൾ എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചിരിക്കുക. അപ്പൊ മരണം എന്ന് പറയുന്നത് നമുക്കറിയാം ആത്മീക മരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കാര്യങ്ങൾ നമുക്ക് എല്ലാവരും അറിയുന്നുള്ളവരാണ്. പക്ഷേ ഇതിനകത്ത് ആത്മമരണം സംഭവിച്ചത് ആർക്കാ? ദൈവത്തെ അറിയാത്തവർക്കാണോ? ദൈവത്തെ അറിഞ്ഞവർക്കാണോ? ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്നൊരു ദേശം മുഴുവനും ഇരുട്ടത്താണെങ്കിൽ എന്താ? അവൻ്റെ ആത്മമരണം സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എവിടെയോ വെളിച്ചം കയറി തട്ടി ആ യേശുവിനെ സ്വീകരിച്ചിട്ട്, ആ യേശുവിൻ്റെ വഴിയിൽ നടന്നിട്ട്, ആ കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് എവിടെയെങ്കിലും ആത്മമരണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പൻ്റെ ദർശനങ്ങൾ എവിടെയെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ടോ? അപ്പൻ ഏൽപ്പിച്ച കൃപാവരങ്ങൾ എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ? അപ്പൻ ഏൽപ്പിച്ച പദവികൾ എവിടെയെങ്കിലും ആത്മാവിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഈ രാത്രി ആരെങ്കിലും പരിശുദ്ധപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ കർത്താവ് നഷ്ടപ്പെടുത്തി നിങ്ങളെ മടക്കി അയക്കുന്ന കർത്താവല്ല. ആ നഷ്ടപ്പെടുത്തിയതിനെ തിരിച്ചു തന്ന് പുതിയ നിയോഗങ്ങൾക്കായിട്ട് അയക്കുന്ന ഒരു കർത്താവ് അത്രേ നമ്മുടെ ദൈവം. എന്ന് രാത്രി എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഉത്തരമരുളാത്ത കർത്താവല്ല പ്രിയരെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ വിളിക്കാമെന്നുള്ള രീതിയിലൊന്ന് വിളിച്ചാൽ അപ്പൻ ഉത്തരം തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആരുടെയൊക്കെ ജീവിതത്തിൽ ചിലതിന് ഉത്തരം തരാൻ പോകുക. പരിശുദ്ധ വെളിപ്പെടുത്തി ചില വർഷങ്ങളായുള്ള ചില ബന്ധനങ്ങൾ നിൻ്റെ കുടുംബം വിട്ട് മാറാൻ പോകുക. ആമേൻ. വർഷങ്ങളായി തലമുറകളായിട്ട് പോരാടുന്ന ചില ദുഷ്ടക്കെട്ടുകൾ ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിയുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നുണ്ട്. എന്നും നിങ്ങളുടെ അഭിഷേകത്തിലും ഭൂതത്തിലും കിടന്ന് തുള്ളിക്കാന്നുള്ള ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കാനല്ല ഈ മീറ്റിംഗ് വെച്ചേക്കുന്നത്. നിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇവിടെ വ്യാപരിക്കുന്ന ആത്മശക്തിക്ക് എന്നും ബഹളമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, ബഹളത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. മനസ്സിലാകുന്ന ഒരു രാമ്യം പറയാനുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നും ചിലർ ഹല്ലേലൂയ സ്തുതം നിറവിനല്ല, ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ നമുക്ക് ആവശ്യം. നിങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പോയായിരുന്നു. അവിടെ ഒരു ആള് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭൂതം ഇളവുന്നത് പോലെ എന്ത് ചെയ്യാറുണ്ട്? ആരാധിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ആദ്യമായിട്ട് അറിയോ ഭൂതമെന്ന്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അത് വീഴാൻ പോകുന്നു. അപ്പോൾ എനിക്കിരിക്കാൻ പറ്റുന്നില്ല. ചെന്ന് ഞാൻ അവിടെ അല്ലാതെ പോയതാ, അതിനെ പിടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ആൾ പറയുക ഇത് സ്ഥിരമുള്ളതാണ്. വർഷങ്ങളായുള്ളതാണ്. അപ്പം ഞാൻ പരിശുദ്ധാമൻ്റെ നിറവിലല്ലെന്ന് മനസ്സിലായി. ഭൂതത്തിൻ്റെ അവൻ ചില ഭൂതങ്ങളെ കൊണ്ട് തുള്ളിക്കുന്ന പരിപാടി ചിലർ കാണിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി തുള്ളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ആ തുള്ളലിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ചില നിയോഗങ്ങളെ സ്വർഗം ചിലരിലെ കൈമാറുക കേട്ടോ. ഈ രാത്രി വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് പറ. ഓ എൻ്റെ ദൈവത്തിനത് കഴിയുമോ? എൻ്റെ ദൈവത്തിനത് കഴിയുമോ? നിങ്ങളിലൂടെ തന്നെ കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങളിലൂടെ തന്നെ കർത്താവ് നിയോഗങ്ങൾ ചെയ്യാൻ പോകുന്നു. പറ, ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകം, ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരാത്മത്വൻ്റെ ശക്തി. ഏത് കെട്ടിനകത്ത് കറന്നാലും, ഏത് വർഷങ്ങളുടെ പഴമകളുടെ കണക്ക് പറയുന്ന തകർച്ചയുടെ കെട്ടുകളാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ തമ്പുരാൻ്റെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വസിക്ക്. ആ ഡെലിവറൻസിൻ്റെ ശക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ നടുവിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധമായ നാമത്തിൽ അത് തീപോലെ വ്യാപരിക്കാം. അഗ്നിയെ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ റെവലേഷൻ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഓ എനിക്ക് ഭയങ്കര നിയോഗമുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. ചിലത് തുറക്കും, ചിലത് ഇരട്ടിയാക്കും യേശുവിൻ്റെ നാമത്തിൽ. ചിലത് തകർന്നതിനെ തിരികെ തരും. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? എൻ്റെ ദൈവം അത് തരുന്നവനാണ്. നെഹമ്യാ പറ, എൻ്റെ ദൈവം തരാതെ പിശുക്കുന്ന ദൈവമല്ല, എന്നെ അവനെ ബഹുമാനിക്കുന്നവനാ. ഹല്ലേലൂയ പറ. ഞാൻ ഇന്ന് രാവിലെ അഭിഷേകരെ
ഞാൻ ഇവിടുന്ന് കസേര എടുക്കാൻ പോയപ്പോൾ ബ്രദർ സാക്ഷ്യമാണ്. ഞാൻ എടുക്കാൻ ഹാളിലേക്ക് കയറിയപ്പോൾ മഴ തുടങ്ങി, ചാറ്റൽ മഴ തുടങ്ങി. ഞാൻ ഇവിടെ നോക്കിയിട്ട് ഞാൻ ആകാശത്തോട്ട് നോക്കി. അപ്പോൾ എനിക്ക് മേഘം എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി, എന്നെ കളിയാക്കുന്നത് പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കസേര എടുത്തിടും. ആമീൻ പറഞ്ഞാട്ടെ. കസേര എടുത്തിടും, ഇത്രയും കെട്ടിയെങ്കിൽ കസേര എടുത്തിടും. മഴ പെയ്യെങ്കിൽ അപ്പോഴാലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം ഈ കൂട്ടായ്മയ്ക്ക് കൂടെ നിന്നെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടെ നിൽക്കത്തില്ലേ? നിന്റെ തലമുറകളിലൂടെ കൂടെ നിൽക്കത്തില്ലേ? നിങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് കൂടെ നിൽക്കത്തില്ലേ? നിങ്ങളുടെ സാമ്പത്തിക വഴികളിലേക്ക് കർത്താവ് കൂടെ നിൽക്കത്തില്ലേ? ഇന്ന് രാത്രി ആ കെട്ടുകൾ പൊട്ടണം കേട്ടോ. അതിനെതിരായി നിൽക്കുന്ന കെട്ടുകൾ പൊട്ടിയിട്ട് എഴുന്നേക്കാൻ സമയമായെന്ന്. ഇന്ന് രാത്രി പുറത്തു വരാൻ സമയമായത്. ആ മരണത്തിന് ദേശം മാറട്ടെ. ഓ ഇരുട്ടിന്റെ ശക്തികൾ അഴിയട്ടെ. ഇന്ന് രാത്രി ഒരു പുറത്തു വരുന്ന അഭിഷേകത്തിന്റെ തീ ഒരു തൈലമായി നിങ്ങളുടെ ഫലമേൽ വീഴട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു വരട്ടെ. ചിലത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സാന്നിധ്യത്തിന്റെ ശക്തി ചില തലമുറകളെ തൊടട്ടെ, ചില ദേശത്തെ തൊടട്ടെ. പുതിയൊരു ജീവൻ തുടിക്കുന്ന അഭിഷേകത്തിന്റെ തീ ചില പട്ടണങ്ങളിൽ അധികാരം നടത്തട്ടെ. തീ പോലെ അഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങൾ പാർക്കുന്ന ദേശ അന്ധകാരത്തിന്റെ ദേശമായിരിക്കാം, ഇരുട്ടിന്റെ ദേശമായിരിക്കാം. ആ പാർക്കുന്ന ദേശത്ത് മരണത്തിന്റെ ദേശമായിരിക്കാം. നിന്നെ ശാപത്തിലേക്ക് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. നിന്നെ നന്മ തരത്ത ദേശമായിരിക്കാം. നിന്നെ കൊള്ളയടിക്കുന്ന ദേശമായിരിക്കാം. നിന്നെ നിന്ദിക്കുന്ന ദേശമായിരിക്കാം. നിനക്കെതിരെ ആ വിചാരങ്ങൾ ചെയ്തു വിടുന്ന ദേശമായിരിക്കാം. നീ തകരണമെന്ന് ആഗ്രഹിച്ച് നിന്നെ തകർച്ച കാത്തിരിക്കുന്ന ദേശമായിരിക്കാം. പക്ഷെ ഏത് ദേശത്ത് നിന്നെ നിർത്തിയോ ആ ദേശത്ത് നിന്ന് തന്നെ നിന്നെ സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഏത് ദേശം നിന്നെ ഒതുക്കാൻ നോക്കിയോ ആ ദേശത്ത് നിന്നെ യേശുവിന്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. രക്ഷത്ത ഏത് ദേശം നിന്നെ ഒതുക്കിയോ, ഏത് ദേശം നിന്നെ പരാജയപ്പെടുത്തിയോ, ഏത് ദേശം നിന്നെ അപമാനിച്ചോ, ഏത് ദേശം നിന്നെ നിന്ദിച്ചോ, ഏത് ദേശം നിന്നെ ഒറ്റപ്പെടുത്തിയോ, ഏത് ദേശം നിന്നെ ശപിച്ചോ, ഇന്ന് രാത്രി അഭിഷേകത്തിൽ വിളിച്ചു പറ, ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്നിലേക്ക് ഒരു പ്രകാശം, നിന്നിലേക്ക് യേശുവിന്റെ വെളിച്ചം, യേശുവിന്റെ ആണിപ്പഴുതയുടെ കരം തൊടുന്നു. ചില അധികാരത്തിന്റെ ശക്തികൾ, ഭൗമിക കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. ഒരു സ്വർഗത്തിന്റെ തേജസ് ചിലരെ പെടുന്നു. വിശ്വസിക്കുന്നവർ ആത്മശക്തിയെ തുറക്കുക. ആരാധനകൾ തുറക്കട്ടെ. ആ ദൈവിക ബന്ധം തുറക്കട്ടെ. പ്രാർത്ഥനകളിൽ ദൈവിക ബന്ധം നഷ്ടപ്പെട്ട് ചിലരെ പരിശുദ്ധത വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീ ഒന്നുകൂടെ തൊടുകയാണ്. പരിശുദ്ധമായ ശക്തി ഒന്നുകൂടെ തൊടുകയാണ്. അയ്യോ, പ്രാർത്ഥന നഷ്ടപ്പെട്ടു, കൃപകം നഷ്ടപ്പെട്ടു, എവിടെ വ്യാപരിച്ചത് നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീ ചിലരെ മുഖങ്ങളെ തകർക്കുകയാണ്. ചില തടസ്സങ്ങൾ മാറ്റുകയാണ്. ഒരു പുതിയൊരു വെളിച്ചം വെളിപ്പെടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ആത്മസാന്നിധ്യത്തിൽ സ്വീകരിക്കുക. രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം ചിലരെ തൊടുകയാ. അതേ മരണത്തിന്റെ ദേശം കെട്ടാണെങ്കിൽ ആ കെട്ടിനെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി അഭിഷേകത്തിൽ എഴുന്നേൽക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രാർത്ഥന എഴുന്നേൽക്കാൻ എത്ര പേർക്ക് കഴിയും? ഇനി ആ കെട്ട് തുടർന്നാൽ നീ വീണ്ടും പരാജയപ്പെടും. നിന്റെ തലമുറകൾ നഷ്ടപ്പെടും. നിന്റെ നന്മകൾ നഷ്ടപ്പെടും. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശുവേ, ആ മരണത്തിന്റെ കെട്ട്, ആ മരണത്തിന്റെ ദേശം എന്നിൽ നിന്ന് മാറട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഒരു നാം വെറുതെ ഇരിക്കരുത് കേട്ടോ. ഒരു നാം വെറുതെ ഇരിക്കരുത്. നിന്റെ തലമുറകൾ വഴിവിട്ട് പോയിട്ട് ഇന്ന് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ പാപമാണ്. അതേ, ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞാട്ട്, കർത്താവേ, എൻ്റെ തലമുറകളെ എനിക്ക് തിരികെ തരണം. എൻ്റെ തലമുറകളുടെ കുടുംബങ്ങളെ, എൻ്റെ തലമുറ ഭാവി ജീവിതങ്ങളെ, എൻ്റെ കുഞ്ഞു തലമുറകളെ യേശുവിൻ നാമത്തിൽ തിരികെ തരുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ചില കെട്ടുകൾ ആർത്ത് മാറുകയാ. ചില മരണത്തിന്റെ കെട്ടുകൾ, ചില കുടുംബത്തിന്റെ ഭിന്നതകളുടെ കെട്ടുകൾ, കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ വിചാരങ്ങൾ. പ്രാർത്ഥിക്കുന്നതിന്റെ വീട്ടിൽ ശോധന കൂടുതലാണെങ്കിൽ അത് നിന്നെ നശിപ്പിക്കുന്ന പൈശാചിക തേർവാഴ്ച ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിയുന്നു. ചില പിശാചിന്റെ യേശുവിൻ നാമത്തിൽ ശക്തികൾ കെടുകയാണ്. തീ പോലെ പ്രാർത്ഥിക്കുക.
എവിടെയൊക്കെ കെട്ടപ്പെട്ട തലമുറകൾ തിരിച്ചു വരട്ടെ. എവിടെയൊക്കെ വഴി വിട്ടുപോയ തലമുറകൾ തിരിച്ചു വരട്ടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതൊക്കെ തലമുറകൾ ഇന്ന് മാതാപിതാക്കൾക്ക് നോക്കാതെ അവർക്കെതിരായി നിൽക്കുന്ന തലമുറകളെ പരിശുദ്ധം വെളിപ്പെടുത്തുക. ഈ ശബ്ദം കേൾക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളെ വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്, യേശുവുണ്ട്. ആ യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ, ആ യേശുവിനെ വിളിക്കുമ്പോൾ തന്നെ ചില തകർച്ചകളുടെ കോളുകൾ മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. പുതിയൊരു ജീവൻ. ഭവനങ്ങൾ മാറുകയാ. പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. ചില ഭവനത്തിന് അവസ്ഥകൾ മാറുന്നു, ചില ജീവിതത്തിന് അവസ്ഥകൾ മാറുന്നു. എവിടെ താളപ്പിഴകളോടെ പോയ തലമുറകൾ സ്വർഗം തിരികെ തരികയാ. ഇയ്യോബിന് തലമുറകളെ അനുഗ്രഹിച്ചു നൽകിയെങ്കിൽ നിന്റെ തലമുറ വഴിവിടാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുക, എത്ര പേർ ഏറ്റെടുക്കുക? തലമുറകളുടെ കെട്ടുകൾ അഴിയുന്നു. ഇരുട്ടുകൾ അഴിയുന്നു കേട്ടോ. ചില ഇരുട്ടുകൾ അഴിയുന്നു, ചില ഇരുട്ടുകൾ അഴിയുന്നു, ചില ഇരുട്ടുകൾ അഴിയുന്നു. അഭിഷേകത്തിന്റെ തീ ചിലരെ തൊടുന്നു. ചില ഇരുട്ടുകൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തകരുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകിയാൽ ഇന്ന് ആ രക്തം ചിലരെ തൊടുകയാ. രക്തത്തിൽ ചില വിലകൾ നൽകുകയാ. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലെങ്കിൽ ആ കാൽവരിയുടെ രക്തം എന്റെ ജീവന് വേണ്ടി തുറക്കുകയാണ്. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ചില ശാപങ്ങൾ ചില ഭവനത്തിനകത്ത് നിന്ന് മാറുകയാ. ഇന്നും പൂർത്തീകരിക്കപ്പെടാത്ത ഭവനങ്ങൾ, ഇന്നും അനുഗ്രഹമില്ലാത്ത വഴികൾ, ഇന്നും നന്മകൾ പ്രാപിക്കുവാൻ കഴിയാത്ത ജീവിതങ്ങൾ. അയ്യോ, ഇന്നും അനുഗ്രഹമില്ലാത്ത ജീവിതം. നാളെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാതെ കരഞ്ഞ് നിലവിളിക്കുന്ന ജനമേ, നിന്റെ മേലൊരു കരം വീഴുകയാ, നിന്റെ മേലൊരു ശബ്ദം പറയുകയാ. അത് യേശുവാണ്, അത് യേശുവാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഏകമുത്തരം യേശു. അതേ, മരണത്തിന്റെ ദേശത്ത് നിന്ന് വിടുവിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയോ. മരണത്തിന് കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയോ, എൻ്റെ യേശുവിന് കഴിയോ, എൻ്റെ യേശുവിന് കഴിയോ. അയ്യോ, അവൻ ദരിദ്രന്മാരോട് സുവിശേഷം പറയുക. കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുക. അവൻ ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്നവനാണ്. അവൻ പീഡിതനെ സ്വതന്ത്രമാക്കുന്നവനാണ്. ഇന്ന് രാത്രി പീഡിതന്മാരായ ആരൊക്കെയോ കർത്താവ് തൊടുന്നു. എവിടെയൊക്കെ തോറ്റുപോയ ചിലരെ യേശു തൊടുകയാണ്. തകർന്നു പോയ ആരൊക്കെ യേശു തൊടുന്നു. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയോ, ദേശം നിന്നെ ഒറ്റപ്പെടുത്തിയോ, ദേശം നിന്നെ താഴ്ത്തിക്കളഞ്ഞോ, ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു നിന്നെ തൊടുന്നു. യേശു തൊടുന്നു, തൊടുന്നു. ചിലരെ, ചില പട്ടണത്തെ തൊടുന്നു. സ്വർഗീയ ദൂത സൈന്യങ്ങൾ ചിലർക്ക് വേണ്ടി ഇറങ്ങുകയാ. ചില തിരുട്ടുകളെ ശക്തിയെ മീഖായേലും സംഘവും യുദ്ധം ചെയ്ത് ചില നന്മകളെ തിരികെ തരിക. ഈ രാത്രി അഭിഷേകത്തിന്റെ തീ ചിലരെ ആളെ കത്തിക്കുക. എവിടെ പ്രാപിച്ച് ഒളിഞ്ഞു പോയ, എവിടെ പ്രാപിച്ച് മൂലയിലൊതുക്കിയ ചില അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി ആളെ കത്തുകയാ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ ആ നാവുകളെ തുറക്കുക, നാവുകളെ തുറക്കുക. അധികമായൊരു കൃപ, അധികമായൊരു ശക്തി. പരിശുദ്ധമെന്ന കാര്യസ്ഥൻ അതെ ഇന്ന് ചിലരെ തൊടുന്നു. തൊടുന്നു, തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടുകൾ അഴിയട്ടെ, ഇരുട്ടുകൾ മാറട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇരുട്ടുകൾ രാത്രി മാറ്റുമെന്ന്, എൻ്റെ വീട്ടിലെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറുമെന്ന്, എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാറുമെന്ന് മനുഷ്യരാൽ മാറ്റാൻ കഴിയത്തില്ലേ, എൻ്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ഇന്ന് രാത്രി വിശ്വസിക്കുക. യേശുവേ, എൻ്റെ സങ്കട കണ്ണീര് മാറാൻ സമയമായി എന്ന് പറയുവാൻ ഈ രാത്രി എത്ര പേർക്ക് കഴിയുക? അതരങ്ങൾ തുറന്ന് നന്ദിയോടെ യേശുവിനെ സ്തുതിക്കുക. അതെ, അതെ, അതെ. ചെങ്കടൽ നടുവിലെത്തുമ്പോൾ, ഫറവോന്റെ സൈന്യം പുറകിലെത്തുമ്പോൾ, ഇസ്രായേൽ ജനത്തെ പ്രാർത്ഥിക്കുവാൻ വിടാതെ വെല്ലുവിളിക്കുന്ന ചില ദുഷ്ടശക്തികൾ മരണത്തിന്റെ ഭയത്തോടെ ദേശത്ത് വിളങ്ങി നിന്നെങ്കിൽ ഒരു ചെങ്കടൽ പിളർന്നു കൊടുത്ത് വഴിയൊരുക്കുക മാത്രമല്ലെന്ന് അതിനകത്ത് ഹല്ലേലൂയ ശത്രു സംഹാരത്തെ നടത്തിയ, ശത്രുവിനെ സംഹരിച്ചു കളഞ്ഞ ഒരു ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നിനക്കെതിരായി നിൽക്കുന്ന ശത്രു അഴിയുകയാ, നിനക്കെതിരായി നിൽക്കുന്ന ശത്രു മാറുകയാ, നിനക്കെതിരായി നിൽക്കുന്ന എതിരുകളായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ചില ഇരുളിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ ആ സ്വർഗീയ തീ തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ നന്ദിയുടെ സാന്നിധ്യം തൊടട്ടെ. ഒരു പുതിയൊരു ജീവൻ കത്തട്ടെ, പുതിയൊരു ജീവൻ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. ഒരു ആത്മാഭിഷേക ശക്തിയെ വ്യാപരിക്കട്ടെ. അത് നിങ്ങളുടെ തലമുറകളിലേക്ക് പകരപ്പെടുന്ന ആത്മീയ നദിയായി മാറട്ടെ. അത് പട്ടണങ്ങളെ തൊടട്ടെ. ഇതുവരെ മുറങ്ങലിച്ചു നിന്ന, മുറിവേൽപ്പിച്ച ചില ഇരുളുകൾ, തടസ്സം നിന്ന അതിരുവരമ്പുകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് വേർതിരിക്കപ്പെടട്ടെ. തീ പോലെ
ചില നിയോഗങ്ങൾ തുറക്കുന്നു. എലീശയുടെ മേൽ പകർന്ന ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി പകരപ്പെടുക. അതേ മരണത്തിന്റെ ദേശ നിനക്ക് അനുഗ്രഹമാകാൻ പോകുന്നു. മരണത്തിന്റെ ഭവന നിനക്ക് അനുഗ്രഹമാകാൻ പോകുന്നു. സമാധാനമില്ലാത്ത ഭവന നിനക്ക് നന്മയാകാൻ പോകുന്നു. അതേ നാശത്തിന്റെ ഭവന നിനക്ക് നന്മയാകാൻ പോകുന്നു. നിന്നെ നശിച്ച ഭവന അതേ അനുഗ്രഹമാകാൻ പോകുന്നു. ഭവനത്തിനകത്ത് കയറുമ്പോൾ പല വെല്ലുവിളികളാ. ഭവനത്തിനകത്ത് കയറുമ്പോൾ സമാധാനം നഷ്ടപ്പെടുക. ഭവനത്തിനകത്ത് കയറുമ്പോൾ ഉള്ള സന്തോഷം തീരുക. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി വിളിക്ക്, യേശുവേ എന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റല, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റല, വെല്ലുവിളികൾ മാറ്റല, ഭിന്നതകൾ മാറ്റല. നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സ്വർഗീയ തീ വ്യാപരിക്കുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ അത്തരങ്ങളെ തുറന്നുകൊണ്ട് ആ സാന്നിധ്യത്തെ സ്വീകരിക്കുക. എന്റെ ഭവനം മാറാൻ പോകുന്നു. ഒരു സഖായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ അവന്റെ ഇരുട്ട് മാറിയെങ്കിൽ, ദേശത്തിനകത്ത് യേശു വന്നപ്പോൾ കല്ലറയുടെ കെട്ടുകൾ പൊട്ടിയെങ്കിൽ, ഇന്ന് രാത്രി ചില കെട്ടുകളെ പൊട്ടിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി അഭിഷേക തീ പോലെ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ യേശുവിലേക്ക് നോക്കുക. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരുവരെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തെ മാറ്റിയില്ലേ? ഇന്ന് രാത്രി വേള നിന്റെ ജീവിതത്തെ മാറാൻ സമയമായിരിക്കുന്നു. ഇന്ന് യഥാർത്ഥമായി വിളിക്കുവാൻ തയ്യാറാണോ? യേശുവിനേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? യേശുവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? അതെ, ചില നന്മകൾ കാണുമ്പോൾ യേശുവിനെ വിട്ട് മാറുന്ന സ്നേഹമല്ല. ചില രോഗം മാറുമ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതമല്ല. ചില സമ്പത്ത് വരുമ്പോൾ നന്മയെ നീ മാറ്റി നിർത്തി ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ ജീവിതം മാറും. തൊടുന്നു. അഭിഷേകത്തിന്റെ തീ തൊടുകയാ, ആത്മാവിന്റെ ശക്തി തൊടുകയാ. എവിടേക്ക് ജീവിതത്തിന്റെ പച്ചപ്പുകളെ തകർന്ന് സാക്ഷ്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ തേർവാഴ്ച നടത്തുന്ന പൈശാചിക തേർവാഴ്ചകൾ ഇന്ന് രാത്രി ചില കുടുംബം വിട്ട് മാറുകയാ. ചില ആഭിചാര ശക്തികൾ അഴിയുകയാ. ഈ ഉയർക്കത്തില്ലെന്ന് നമ്മൾ തന്നെ വിധി എഴുതിയാലോ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഉയർക്കത്തില്ലെന്ന്, ഞാൻ എഴുന്നേക്കത്തില്ലെന്ന്, ഞാൻ ഇങ്ങനെ തന്നെ പോകുമെന്ന് ആരെങ്കിലും വിധി എഴുതെങ്കിൽ പറഞ്ഞോടാ, അത് മനുഷ്യന്റെ വിധിയാ. പക്ഷെ ഇന്ന് അഭിഷേകത്തിന്റെ ശക്തി പറയുന്നു, നിന്റെ ആൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്ന ഒരു അഭിഷേകത്തിന്റെ തീ പട്ടണത്തെ തൊടുകയാ. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്ന ഒരു അഭിഷേകത്തിന്റെ തീയുടെ അഭിഷേകം ഇതിന്റെ മേൽ തൊടുകയാ. എവിടെ മുറിവേക്കപ്പെട്ട, എവിടെയൊക്കെ കെട്ടിവെക്കപ്പെട്ട ചില ആത്മീക തീ ആളി കത്തുന്നത് പോലെ, ഒരു ആത്മീക വെളിപ്പാട് ആളി കത്തുന്നത് പോലെ. കൃപ. അതേ തേജസ്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് എവിടെ ഒടിഞ്ഞു പോയെങ്കിൽ അതരങ്ങളെ തുറന്നു പറ, കർത്താവേ എനിക്ക് എഴുന്നേൽക്കണം, എനിക്കൊന്നുകൂടെ നിൽക്കണം. ഇരുട്ടിലിരിക്കുന്നവരെ, അന്ധതയിലിരിക്കുന്നവരെ, അന്ധകാരത്തിന്റെ ദേശത്തിലിരുന്നവരെ വിടിപ്പിക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനെ കൗൺസിലിംഗ് കൊണ്ട് ചിലപ്പോൾ ശരിയാക്കാം. അവർ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആത്മഹത്യയിലേക്ക് പോകും കേട്ടോ. അവന്റെ കെട്ടഴിക്കണമെങ്കിൽ അഭിഷിക്തന്മാർ ദൈവനാമത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമം ചെല്ലുമ്പോൾ ആത്മഹത്യയുടെ കെട്ടഴിയുമെങ്കിൽ ആ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. മദ്യപാനി കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിംഗ് കൊണ്ട് ഡീഅഡിക്ഷൻ സെന്ററിൽ പോയി മാറിയിട്ടില്ലെങ്കിൽ, യേശു ഒന്ന് ചെറുതായൊന്ന് തൊട്ടാൽ അവന്റെ ജീവിതം മാറിയെങ്കിൽ ആ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. ഇന്ന് രാത്രി വിശ്വസിക്ക്, നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ചിലതിനെ മാറ്റുവാൻ എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയോ. ആ ഇരുട്ടിനെ മാറ്റുവാൻ, ആ അന്ധകാരത്തെ മാറ്റുവാൻ, നിന്റെ തോൽവികളെ മാറ്റുവാൻ, നിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയോ. അത് ലോകത്ത് നിങ്ങളെ വെളിപ്പെടുത്താൻ പോകുന്നു. ആ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഈ പന്തലിൽ, ഈ കോമ്പൗണ്ടിനകത്ത് ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചില എതിർ പ്രാർത്ഥനയുടെ കെട്ടുകൾ, ചില രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിയുക. ചില രോഗത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. യേശുവിന് ആണിപ്പെടുന്ന കരം ചിലരെ തൊടുകയാണ്. അസാധാരണമായ ഒരു ദൈവിക സാന്നിധ്യം ഈ ദേശത്ത് ഉലാവുന്നുണ്ട്. ഈ പോലെ പകരപ്പെടുക. എവിടെ നഷ്ടപ്പെട്ടു പോയ ചിലത്, എവിടെയൊക്കെ തകർന്നു പോയ ചിലത്, എവിടെയൊക്കെയോ ചോർന്നു പോയ ചിലത് സ്വർഗം ചിലത് മടക്കി തരുന്നു. ചില ശക്തി തരുന്നു, ചില ഭയത്തെ മാറ്റുന്നു. പരിശുദ്ധം പറയുന്നു, ചില ഭയത്തിന്റെ കെട്ടുകൾ ഈ രാത്രി മാറുകയാ. ചില ഭയത്തിന്റെ കെട്ടുകൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ പിൻവലിക്കുന്ന ചില കെട്ടുകൾ, ചില വ്യക്തികളുടെ തടസ്സങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. തീ പോലെ
ഇരുട്ടിൽ കിടക്കുന്ന ചിലതിന് നടുവിലേക്ക് വെളിച്ചം വരികയാ. ദൈവപുത്രൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് അതെ ഹല്ലേലൂയ ദേശത്തിന് മനുഷ്യനായി വന്നു, സാധാരണക്കാരായി വന്നു. ഞാൻ അനുഭവിച്ച തെറ്റുകൾക്ക്, ഞാൻ അനുഭവിച്ച നിന്ദകൾക്ക് പരിഹാരകനായി അവൻ ഗബത്തയുടെ കത്തളങ്ങൾ എനിക്ക് വേണ്ടി അടിവാങ്ങി. ഹല്ലേലൂയ 40 കുറയെ ചാട്ടവരി ഏറ്റുവാങ്ങുകയിൽ എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി അവൻ പിടയുന്നുവെങ്കിൽ, അവൻ തകർന്നു പോയെങ്കിൽ പറ, അതെൻ്റെ ജീവിതം മാറ്റാനാണ്, എൻ്റെ ജീവിതം മാറ്റാനാണ്. ഞാൻ ചെയ്ത പാപങ്ങൾ നിമിത്തം അത് എന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിന് പകരം ആടിയെ ദേശിലേറ്റ് വാങ്ങിയെങ്കിൽ എന്നെ മാന്യത നൽകാനാണ്, എന്നെ മാനിക്കാനാണ് കേട്ടോ. എന്നെ ദേശം കാർക്കിച്ചു തുപ്പുന്നതിന് പകരം ആ തുപ്പൽ എന്റെ യേശുവേറ്റ് വാങ്ങിയെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് കേട്ടോ. എനിക്ക് വേണ്ടി വില കൊടുക്കി. രാത്രിയിൽ ജീവിതം മാറുന്ന ആത്മതീനകത്ത് പകരുന്നു. എന്നെ കാർക്കിച്ചു തുപ്പേണ്ട ഇടത്ത്, എന്നെ നിന്ദിക്കേണ്ട ഇടത്ത്, എന്നെ അപമാനിക്കേണ്ട ഇടത്ത്, അതേ ആ കാർക്കിച്ച തുപ്പലേറ്റ് വാങ്ങിയ പാപം എന്തെന്നറിയാത്ത ദൈവപുത്രൻ യേശു കർത്താവ് എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു. എൻ്റെ ശാപത്തിന്, എനിക്കേറ്റ ഞാൻ ചെയ്ത മ്ലേച്ഛത്തരത്തിന് എനിക്ക് മറുപടി നൽകുവാൻ ദേശം ഹല്ലേലൂയ ഒരുക്കി വെച്ച മുൾക്കിരീടം എൻ്റെ കർത്താവ് ഏറ്റുവാങ്ങി. പറ, അതെൻ്റെ എനിക്ക് വേണ്ടിയാ, എൻ്റെ ജീവിതത്തിന് വേണ്ടിയാ, എൻ്റെ കെട്ടഴിഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, എൻ്റെ കെട്ടഴിഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. രാത്രി തിരിച്ചു വരാൻ ആരെയൊക്കെ വിളിക്കുന്നു? ആ യേശുപ്പൻ കരുണയോടെ വിളിക്കുക, ആ യേശുപ്പൻ കരം നീട്ടി വിളിക്കുകയാണ്. എന്നെ നിന്ദിക്കേണ്ട ഇടത്ത് നിന്ദകൾ ഏറ്റുവാങ്ങി, എന്നെ അപമാനിക്കേണ്ട ഇടത്ത് ശാപങ്ങൾ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. അത് എന്നെ മുൾക്കിരീടം വെക്കേണ്ട ഇടത്ത് മുൾക്കിരീടം വെച്ചു. ആ സ്വന്തം ദൈവം പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ചെങ്കിൽ ഈ രാത്രി ഒന്നുകൂടെ കർത്താവ് ആരേക്ക് തിരയുക. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ എഴുന്നേറ്റാട്ടെ. സമയം ഒത്തിരി വൈകി. ചില നിമിഷങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും. ഞാൻ പറയട്ടെ, ജീവിതങ്ങൾ മാറും. ചില നല്ല സാക്ഷ്യങ്ങൾ നിങ്ങൾ തരാൻ പോവുക കർത്താവ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ജീവിതം മാറിയാലേ ആത്മാവിൽ ശക്തി പ്രാപിക്കുവാൻ കഴിയും. ജീവിതം മാറാതെ എത്ര ശക്തി പ്രാപിച്ചാലും അതിന്നല്ലെങ്കിൽ നാളെ അത് പൊട്ടും പ്രിയരെ. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് പുറത്തു വിടുന്നത് നിങ്ങളെ ജീവിതം മാറ്റാനുള്ള ഔഷധ തൈലം തന്ന അത് ആ തൈലം മറ്റൊന്നുമല്ല, അത് യേശുവാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആ യേശുവിന് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ആ യേശുവിന് എത്ര പേർക്ക് ഒന്നുകൂടെ ഒന്ന് ഹൃദയത്തിൽ ഏറ്റുകൊള്ളാൻ പറ്റും? എൻ്റെ പാപപ്രവൃത്തി കാരണം എനിക്കേറ്റ നിന്ദകൾ വായിച്ച ദൈവപുത്രൻ, ഞാൻ ചെയ്ത പ്രവൃത്തികളും ഞാൻ ചെയ്ത ഇഷ്ടങ്ങൾ പ്രകാരം ഞാൻ ജീവിച്ചപ്പോൾ എന്നെ ന്യായവിധി നടത്തേണ്ടയിടത്ത് സ്വന്തം തെറ്റുകൾ പോലെ ആ യേശു കർത്താവ് എൻ്റെ കുറ്റമേറ്റെടുത്തില്ലേ? ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് ആരെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ക്രൂശ് പാപത്തിന് പരിഹാരം, ശാപത്തിന് പരിഹാരമായി മാറിയപ്പോൾ ആ യേശുവിൻ്റെ രക്തം എൻ്റെ പാപത്തിന് പരിഹാരമായി മാറുവാൻ ആ രക്തം മുഴുവൻ എനിക്ക് തന്നില്ലേ? ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ, ആ രക്തം മുഴുവൻ എനിക്ക് തന്നില്ലേ? ആ ശാപം മാറാൻ കാൽവരി ക്രൂശ് തലയോടിട എന്ന് പറയുന്ന സ്ഥലം വരെ ചുമന്നില്ലേ? എല്ലാം രക്തവും വാർന്നതിന് ശേഷം ആ ക്രൂശ് ചുമക്കാൻ കഴിയാതെ വീഴുമ്പോഴും വീണ്ടും ആ ഭടന്മാർ ആഞ്ഞടിക്കുമ്പോൾ, പടയാളികൾ ആഞ്ഞടിക്കുമ്പോൾ ആ എഴുന്നേൽക്കാൻ എടുക്കുവാൻ പറ്റാത്ത മരക്കുരിശെടുത്ത് നമുക്ക് വേണ്ടി ആ പാപം ഏറ്റെടുത്തില്ലേ? നമുക്ക് വേണ്ടി ആ ചങ്ക് പിടഞ്ഞില്ലേ? എത്ര പേർക്ക് നന്ദിയോടെ വില കൊടുക്കാൻ പറ്റും? ഒന്നുകൂടെ ആ അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ പറ്റും? ആ പ്രാണനാഥന്റെ അടുക്കിലേക്ക് ഓടി വരാൻ പറ്റും? ആ ക്രൂശിനെ ചുമക്കുവാൻ കഴിയത്തില്ലെന്ന് പടയാളികൾക്ക് പോലും മനസ്സിലായില്ലേ? ഇല്ല, ആ യേശുവിന് ഒരു ചുവട് പോലും ആ ക്രൂശ് ചുമക്കുവാൻ കഴിയത്തില്ലെന്ന് ആ പടയാളികൾക്ക് മനസ്സിലായപ്പോൾ കുറേനക്കാരനെ യേശുവിനെ കൊണ്ടുവന്ന് ക്രൂശ് ചുമപ്പിച്ചില്ലേ? ആ ക്രൂശ് ചുമപ്പിച്ചപ്പോൾ, ചുമന്ന് തുടങ്ങിയപ്പോഴേ ആ കർത്താവ് പറഞ്ഞില്ലേ, ശിമയോനെ, ഇത് നീ ചുമക്കേണ്ട ക്രൂശല്ല, ഇത് ഞാൻ ചുമക്കേണ്ട ക്രൂശ. ലോക പാപത്തിൻ്റെ ചുമന്നെടുപ്പ് വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആർക്കപ്പെട്ട കുഞ്ഞാട്,
നമുക്ക് വേണ്ടി ശാപം ഏറ്റുവാങ്ങിയില്ലേ? നമുക്ക് വേണ്ടി നിന്ദകൾ ഏറ്റുവാങ്ങിയില്ലേ? ഇന്ന് രാത്രി എത്ര പേർക്ക് മടങ്ങി വരാൻ പറ്റും? ആ കാൽവരി ക്രൂശിലെഴുതിയ ത്യാഗത്തിൻ്റെ കഥയല്ലേ നാം ഇന്നിവിടെ നിൽക്കുന്നത്? അപ്പൻ കൊടുത്ത വിലയല്ലേ കൊടുത്തത്? എന്ത് ബന്ധമാണ് നമ്മൾ അപ്പനുമായിട്ടുണ്ടായിരുന്നത്? ഒരു ബന്ധവുമില്ലായിരുന്നു. ജാതികളായിരുന്ന നമ്മെ ആ അപ്പൻ നമ്മെ തേടി വന്നു. ഇന്ന് രാത്രി പറയട്ടെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ആ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നെങ്കിൽ അത് എന്നെയും കണ്ടെത്തിയെന്ന് സന്തോഷത്തോടെ പറയാൻ എത്ര പേർക്ക് കഴിയും? എന്നെയും വീണ്ടെടുത്തു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഈ രാത്രി പരിശുദ്ധമ തൊടട്ടെ, ചില പാപത്തിന്റെ കറകൾ ഏറ്റെടുത്ത് കഴുകട്ടെ. തകർന്ന മാറ്റി നിർത്തിയിട്ട് വീണ്ടും ആ ക്രൂശെടുത്ത് ചുമക്കുന്ന കർത്താവ് നമ്മോടുള്ള സ്നേഹത്തെ എത്ര അധികമായി കാണിച്ചത്. ആ നമ്മൾ വെറും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അനുസരണക്കേടുകൾ, കോപം, ധാർഷ്ട്യം, അഹങ്കാരം, സ്വാർത്ഥത, ബഹുമാനമില്ലായ്മ, ഏഷണികൾ പറഞ്ഞ് നമ്മളെ തകർത്ത് കളയുന്ന സ്നേഹം. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ഇനി അടച്ചു വെക്കല്ലേ ആ ഹൃദയം, തുറക്ക്. ആത്മാവേ യേശുവിന്റെ മുമ്പിൽ തുറക്ക്. ഓർക്ക ഈ മഹാസ്നേഹത്തെ. ചില പഴയത് കഴിയുകയാ, പഴയകാല ജീവിതം യേശുവിന്റെ രക്തത്താൽ കഴുകുക. ഒന്നുകൂടെ നീ പുതിയ സൃഷ്ടിയാകാൻ പോകുന്നു. ചില മാനസത്തിന്റെ ഉറവകൾ, ചില തീരുമാനങ്ങൾ ദൈവത്തിൻ പറ. ഈ തീരുമാനങ്ങൾ നിങ്ങളെ ഇരുട്ടുകളെ മാറ്റും, അന്ധകാരക്കെട്ടുകളെ തകർക്കും. ആ യേശുവിന്റെ സ്നേഹം പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ക്രൂശിന്മേ കാണുന്ന ക്രൂശിന്മേ ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ 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 മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി തന്നില്ലേ? ആ രക്തത്താൽ നമ്മെ വിലക്കെടുത്തില്ലേ? ആ രക്തത്താൽ നമ്മൾ മുദ്രയിട്ടത് കൊണ്ടല്ലേ ഇന്നത്തെ കാണുന്ന ജയം. ആ ഹൃദയം തുറന്നു കൊടുത്താൽ ഈ രാത്രി എത്ര പേർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും? കർത്താവേ, ഇന്നലെ വരെ ഞാൻ പോയത് ശരിയാ, പക്ഷേ എന്നിൽ ഒരു പുതിയൊരു തൈലം എന്നെ നിറയ്ക്കണമേ. ഒരു പുതിയൊരു ജീവിതം എന്നിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ എത്ര പേർക്ക് ആ ഹൃദയം തുറക്കുവാൻ കഴിയും? എത്ര പേർക്ക് ആ യേശുവിൻ്റെ രക്തം നിങ്ങളെ സന്ദർശിച്ചു? ആ ആണിപ്പിഴയുടെ കരത്തൊട്ടു. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. അങ്ങനെ തീരുമാനിക്കുന്നവരുടെ കരങ്ങൾ മാത്രം ഉയർന്നിരിക്കട്ടെ. എൻ്റെ ജീവിതം മാറും, ഞാൻ മാറ്റാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ ചില വ്യത്യസ്തകൾ ഉണ്ടാവട്ടെ. അങ്ങനെ തീരുമാനമെടുക്കുന്ന കരങ്ങളെല്ലാം ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഉയർന്നിരിക്കുന്ന കരങ്ങളെ യേശുവിൻ്റെ ആണിപ്പിഴയേറ്റ കരത്തിലേക്ക് തരികയാണ്. അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ചാട്ട് കർത്താവേ, അങ്ങയുടെ രക്തത്തിൻ്റെ മറവിൽ നിറച്ചാട്ടെ. ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ എവിടെയൊക്കെയോ വീണു പോയവരാണ് ഞങ്ങൾ, എവിടെയൊക്കെയോ ഞങ്ങൾ തകർന്നു പോയവരാണ്. അപ്പം
അങ്ങേ വിട്ട് ഞങ്ങൾ വീണു, എന്നാലും അങ്ങ് ഞങ്ങളെ കരം പിടിച്ചതിന് നന്ദി പറയുന്നു. ഈ രാത്രി പുതിയൊരു ദർശനം ഞങ്ങൾക്ക് തരണം. എൻ്റെ തകർക്കപ്പെട്ട കുടുംബത്തിൻ്റെ കരകയറ്റുന്ന വലിയ ദർശനം എനിക്ക് തുറക്കട്ടെ കർത്താവേ. എൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഭാരത്തെ എടുത്ത് മാറ്റിയതിനായി, എൻ്റെ പാപത്തെ നീതീകരിച്ചതിനായി, എന്നെ ഒന്നുകൂടെ ഏറ്റെടുത്തതിനായി നന്ദി പറയുന്ന കർത്താവേ. എത്ര പേർക്ക് ഹൃദയം തുറക്കുവാൻ കഴിയും? ഒന്നുകൂടെ ആ ഹൃദയം തുറന്ന കർത്താവിന് സമർപ്പിച്ചാട്ടെ. ആ കരത്തിൽ യേശുവിന് ആണിപ്പിഴുതേറ്റ കരം തൊടുന്നുണ്ട്. ആ കരത്തിൽ യേശുവിന് ആണിപ്പിഴുതേറ്റ കരം ഒന്നുകൂടി തൊടുന്നുണ്ട്. അത് നാരുടെയൊക്കെ മേൽ ശക്തി പകരുന്നുണ്ട് കേട്ടോ. ആ അഭിഷേകത്തിൻ്റെ തൈലം തുറക്കുന്നുണ്ട്. ചില കണ്ണുനീരുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഇന്നലകളില്ലാത്ത അനുതാപങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പുതിയൊരു അഭിഷേകം കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത കണ്ണുനീരും നുറുക്കവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എൻ്റെ ജീവിതം മാറാൻ പോകുന്നു. എന്തൊക്കെയോ മാറ്റാൻ കർത്താവ് എന്തൊക്കെയോ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്തൊക്കെയോ മാറ്റാൻ ജീസസ് ആഗ്രഹിക്കുന്നു. ആ നല്ല പപ്പ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റാൻ. യെസ്, ചില ഹൃദയങ്ങളുടെ ഭാരങ്ങൾ മാറുന്നു. എന്തൊക്കെയോ മാറ്റാൻ ആഗ്രഹിക്കുന്നു. പറ, എൻ്റെ യേശുവേ, നിന്നെ ചാരി നിന്നുകൊണ്ട് എനിക്ക് ദേശത്തിലേക്ക് പ്രയോജനപ്പെടണം. ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. അപ്പനെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹം, ആ യേശുവിനെ മുറുകെ പിടിക്കുന്ന ഒരു സ്നേഹം. ചില മനുഷ്യൻ്റെ പ്രലോഭനത്തിലെ വാക്കുകളെല്ലാം നാം കൈവിട്ട് പോയെങ്കിൽ ഇന്ന് രാത്രി മാറോട് ചേർക്കുന്ന കർത്താവ്, അമ്മ കൈവിട്ടാലും അപ്പൻ കൈവിട്ടാലും മക്കൾ കൈവിട്ടാലും ആ കൈവിടാത്ത സ്നേഹവുമായി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ ഇന്ന് രാത്രി നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഇനി നാം ആരും പാപത്തിൻ്റെ ഇരുട്ടിൽ കഴിയേണ്ടവരല്ല, ശാപത്തിൻ്റെ ഇരുട്ടിൽ കഴിയേണ്ടവരല്ല, രോഗത്തിൻ്റെ ഇരുട്ടിൽ കഴിയേണ്ടവരല്ല. യേശു കർത്താവ് നമ്മെ സ്വതന്ത്രനാക്കി. ആ സ്വാതന്ത്ര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ അങ്ങ് ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞല്ലോ, ഇരുട്ടിൽ കിടന്ന വലിയൊരു ജനം ഹല്ലേലൂയ വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തെക്കുറിച്ച് ഇന്ന് രാക്കാലം ഞങ്ങളെ ഒന്നുകൂടെ ഉത്ബോധിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ദൈവ ശബ്ദം കേട്ട ഒരു വ്യക്തികൾ പോലും പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ രോഗത്തിൻ്റെ ഇരുട്ടിൽ കിടക്കേണ്ടവരല്ല. സകലത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സ്വാതന്ത്ര്യത്തോട് അയക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിപ്പാൻ സഹായിക്കണമേ. അവിടുത്തെ അഭിഷിക്തനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രയും ദൈവമക്കളെ അങ്ങ് കൊണ്ടുവന്നതിനായി സ്തോത്രം കർത്താവേ. ഇവരിൽ കൂടി നാളുകളിൽ ധാരാളം പേർ കടന്നു വന്ന് മഹാസന്തോഷം കണ്ടെത്തുവാൻ, വെളിച്ചം കണ്ടെത്തുവാൻ, വെളിച്ചത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവാൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും കൂടിയെന്ന എല്ലാ ദൈവമക്കളുടെ മേലും സുവിശേഷം കേട്ട എല്ലാവരുടെ മേലും, പ്രത്യേക വചന ശുശ്രൂഷകർത്തനാസന്മാർ ടീമിന് മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഈ സ്ഥാപനത്തോട് ജനങ്ങളോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജീവൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരേണമേ.